Good morning, Biju. Are you ready to start? Okay, I'm ready, Ramesh. Okay, you can slowly start. Almost 100 I gave you. You can start. Okay. Thank you. Good morning, all. We are finishing off with maximizing net sessions. ഇത് കഴിവതും NCAയുടെ നെറ്റ് കണ്ടക്ഷൻ്റെ നോട്ടിനോട് വളരെ സാമീപ്യം, ഓൾമോസ്റ്റ് അത് തന്നെയാണ്. ഞാൻ അതിനെ ചെറുതായിട്ട് ട്വീക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുള്ളവരുണ്ടാവും, ലെവൽ 1 ലെവൽ 2 ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിലും ഇനി ആരെങ്കിലും ലെവൽ 1 ചെയ്യുകയാണെങ്കിലും അന്ന് നിങ്ങൾ പഠിക്കാൻ പോണ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്ന ലെവൽ 1 കണ്ടക്ഷൻ ഓഫ് നെറ്റ്സിനെ തന്നെയാണ് ഞാൻ ചെറുതായിട്ട് ട്വീക്ക് ചെയ്ത മാത്രമാണ്. മാക്സിമൈസിങ് നെറ്റ് സെഷൻസ് എന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ആക്ച്വൽ ഈ ഒരു പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു ആസ് എ കോച്ച് നിങ്ങളുടെ കരിയർ എങ്ങോട്ട് പോകുന്നെന്ന് പലപ്പോഴും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഞാൻ കടന്നു പോയ വഴികളിലൂടെയും എൻ്റെ എക്സ്പീരിയൻസിലൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് ഈ ക്രിക്കറ്റിൽ ഒരുപാട് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കാരിയർ പാത്ത് വേസ് ഉണ്ട്. ഒരു പ്ലെയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ത്യ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പറ്റില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഈ ഗെയിമിൽ നമുക്ക് എങ്ങനെ നിൽക്കാം. ഒന്നുകിൽ കോച്ചാകാം, ട്രെയിനർ ആകാം, ഫിസിയോ ആ ലൈനിൽ പഠിച്ചിട്ടുള്ളവരാണ് ഫിസിയോ ആകാം, അമ്പയർ ആകാം, അഡ്മിനിസ്ട്രേറ്റർ ആകാം, ക്യൂറേറ്റർ ആകാം. പക്ഷെ നമ്മൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും തിരഞ്ഞെടുത്ത ഒന്നാണ് കോച്ചാകുക എന്നുള്ളത്. അപ്പം ആസ് എ കോച്ച് പഴയ പോലെ അല്ല. ഇന്ന് ഇന്ത്യ കോച്ച് ചെയ്യണ കോച്ച് ക്യാൻ കം ഫ്രം എനിവെയർ. നാളെ അരുണാചൽ പ്രദേശിൽ നിന്നാകാം, കേരളത്തിൽ നിന്നാകാം. അപ്പം ഈ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് യു ഹാവ് ദ പൊട്ടൻഷ്യൽ ടു വൺ ഡേ ഗോ ഹെഡ് ആൻഡ് കോച്ച് ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, എന്തുകൊണ്ട് വിദേശ രാഷ്ട്രങ്ങളെ നമ്മൾ കോച്ച് ചെയ്തുകൂടാ? ഒരു വിദേശി വന്ന് ഇന്ത്യയെ കോച്ച് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പോയി വിദേശ രാഷ്ട്രങ്ങളിൽ കോച്ച് ചെയ്തുകൂടാ? നമ്മളെ കൊണ്ട് പറ്റും. അതിന് നമ്മൾ എങ്ങനെ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാം? ആ അപ്ഗ്രേഡ് നമ്മളെ ചെയ്യാനുള്ളതിൻ്റെ ഭാഗത്തു നിന്നുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു എഫർട്ടിൻ്റെ ഭാഗമാണ് ഈ വെബിനാറുകൾ. നമ്മുടെ കരിയർ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ കോച്ചിങ്ങിൻ്റെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ
നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ വി ഷുഡ് നോട്ട് ബി എൻറ്റയർലി ഡിപ്പെൻഡന്റ് ഓൺ ദ സ്റ്റേറ്റ് അസോസിയേഷൻ ഓർ ദ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി ഒന്നുമല്ല. നമ്മൾ കുറെ കൂടെ നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും ഇതിൽ പ്രാഗൽഭ്യമുള്ള കോച്ചസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഇന്റർനെറ്റ് എന്നുള്ള വളരെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇന്റർനെറ്റിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളും നോളജ് നമുക്ക് ഭയങ്കരമായിട്ട് ഇന്റർനെറ്റിൽ എവിടെ സെർച്ച് ചെയ്യണം എന്നുള്ളത് വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് പലർക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ ആസ് എ കോച്ച് ഞാൻ ഒരുപാട് ഇന്ററാക്ട് ചെയ്യണോ, ഞാൻ ഒരുപാട് സെഷൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് ലിങ്ക്ഡിനിൽ ഒരുപാട് കോച്ചസ് ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള അതുവഴി നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി മുന്നോട്ട് പോകാൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്ന് ക്രിക്കറ്റിന്റെ ഞാൻ ഫീൽഡിങ്ങിന്റെ കോച്ചാണ്. ഫീൽഡിങ്ങിനെ കുറിച്ച് മാത്രമാണ്. ഫീൽഡിങ്ങിന്റെ ഡ്രിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രിൽസ് നോക്കി വളരെ കുറച്ചേ കാണുള്ളായിരിക്കും. നമ്മളൊരു ബേസ് ബോളിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ബോളിന്റെ കോച്ചസുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ അവർ ചെയ്യുന്ന പല ഡ്രിൽസും നമുക്ക് ക്രിക്കറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇന്ന് ഈ ഇരിക്കുന്ന ഇതിൽ എത്ര പേര് എനിക്കറിയാം, സോണി. ഒരു മിനിറ്റ് രാഹുൽ പുത്തൻപരയിൽ നിങ്ങളുടെ ഓഡിയോ ഓൺ ആണ്. വീട്ടിനകത്തുള്ള സൗണ്ട് കൂടെ ഇവിടെ കേൾക്കാം. രാഹുൽ പുത്തൻപരയിൽ സ്വിച്ച് ഓഫ് യുവർ ഓഡിയോ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ഇതില് സോണിയുണ്ട്, സുനിലുണ്ട്, പലരും ഒരുപാട് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. കളിച്ചിട്ടില്ലാത്തവരുണ്ടാകും. കളിച്ചിട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ച രഞ്ജി ട്രോഫിയിലെ ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തവരുണ്ടാകും. ഞാനും കളിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ നോളജ് മാക്സിമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഹയർ ലെവൽ കോച്ചിങ്ങിന്റെ ഫീൽഡിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, വാട്ട് ഡു യു ബ്രിങ് ടു ദ ടേബിൾ. നിങ്ങൾക്ക് ആസ് എ പ്ലെയർ ആയ XYZ നിങ്ങൾക്ക് അയാളുടെ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ കളിച്ചിട്ടുള്ളൂ, ഇറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജ്. കളിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഡിസഡ്വാൻറ്റേജ്. നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം പോലെ ഇരിക്കും. ഇത്രയും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. ഐ വോണ്ട് ടു വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഐ വിൽ ഗോ ഓൺ ടു എ പ്രസന്റേഷൻ. പ്രസന്റേഷൻ ഈസ് അബൌട്ട് മാക്സിമൈസിങ് നെറ്റ് സെഷൻ. ഒരു നെറ്റ് സെഷനിൽ നമുക്ക് എങ്ങനെ മാക്സിമം ആയിട്ട് അതിന്റെ സമയം, അവിടെയുള്ള ഫെസിലിറ്റീസിനെ ആ പ്ലെയറിന്റെ പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. എന്നെ ഞാൻ കുറിവാക്കായിട്ട് എഴുതി വെച്ചിരുന്നത്, ഫോർ ദ തിങ്സ് വി ഹാവ് ടു ലേൺ ബിഫോർ വി ക്യാൻ ഡു ദം, വി ലേൺ ബൈ ഡൂയിങ് ദം. അരിസ്റ്റോട്ടിൽ. അത് ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണമെന്നുള്ളതാണ് വളരെ പ്രകടമായിട്ടുള്ള കാര്യം. നമ്മൾ ഇനി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്നുള്ള ഒരു ഇതുപോലെ പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് തിങ്സ് പെർഫെക്റ്റ്. നമ്മൾ ഒരു നെറ്റ് സെഷൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ എവറി വേ. നമ്മൾ ടൈം മാനേജ്മെന്റ് ആണെങ്കിലും ശരി, പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിലും ശരി. ഇല്ലെങ്കിൽ എന്നൊരു നെറ്റ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് ബാറ്റിംഗ് കിട്ടിയില്ല, ബൗളിംഗ് കിട്ടിയില്ല. നമ്മുടെ ഫെസിലിറ്റീസ് വെച്ച് ചിലപ്പോൾ എല്ലാവർക്കും ബാറ്റിംഗ് ബൗളിംഗ് കിട്ടിയില്ലെന്നിരിക്കും. പക്ഷേ you have to make sure that everybody gets something at least. We'll go to the next slide. ഒരു പ്രാക്ടീസ് സെഷനിൽ നെക്സ്റ്റ് സെഷൻ എഫക്റ്റീവ് ആണെങ്കിൽ അത് പ്ലാൻഡ് ആകണം. പ്ലാൻഡ് ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടാകണം? ഒരു സെഷൻ ഞാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര പ്ലേയേഴ്സ് ഇന്നത്തെ സെഷൻ ഉണ്ട്, എനിക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, എനിക്ക് എത്ര സമയമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗനൈസ്ഡ് ആയിരിക്കണം. പല നെറ്റ് സെഷനും നമ്മൾ നോക്കുമ്പോഴത്തെ ഒരു കെയോസ് ആയിരിക്കും. ചിലർ അങ്ങോട്ട് പോകുന്നു, ചിലർ ഇങ്ങോട്ട് പോകുന്നു, ചിലർ വെറുതെ നിൽക്കുന്നു, രണ്ടുപേര് കൂടി നിന്ന് സംസാരിക്കുന്നു. യെസ്, എലിമെന്റ് ഓഫ് ഫണ്ണ് വേണം, ബട്ട് ഇറ്റ് ഷുഡ് ബി വെരി ഓർഗനൈസ്ഡ്. കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തേർഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സിംഫണി അല്ലെ ഒരു ഓർക്കസ്ട്ര നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഒരു കമ്പും പിടിച്ചിങ്ങനെ അനക്കുന്നതാണ്. ഈസ് എ കണ്ടക്ടർ. ഈ കണ്ടക്ട്സ് എ സെഷൻ. അദ്ദേഹത്തിന്റെ ആ ബാൻഡിന്റെ ഇതനുസരിച്ചാണ് റിതമും എല്ലാം ഓരോ പാട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്ലി കണ്ടക്റ്റഡ്. ഒരു സെഷൻ ഒരു സ്ട്രക്ചറും ഉണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകണം. സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് നമുക്ക് വാം സെഷൻ ഉണ്ടാവും, അതിന്റെ ഫീൽഡിങ്ങിന്റെ ഇതുണ്ടാവും. ഓരോരുത്തർക്ക് നമുക്ക് 3 നെറ്റ്സ് ആണെങ്കിൽ സ്പിന്നേഴ്സിന് നെറ്റ്സ് ബാറ്റ് ചെയ്തിട്ടായിരിക്കും, ഫാസ്റ്റ് ബോളേഴ്സിന് നെറ്റ്സിൽ പോകണം, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകണം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നെറ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലുണ്ടാകും. പ്രീ മാച്ച് നെറ്റ് സെഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് നെറ്റ് സെഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് നെറ്റ് സെഷൻ ആകാം. എന്തെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. നമ്മൾ വേരിഡ് ആയിരിക്കണം നെറ്റ് സെഷൻ. എന്നും വന്ന് ഒരേപോലെ അതാ ബാറ്റ് ചെയ്യുന്നു, ബോൾ ചെയ്യുന്നു, പോകണം എന്നുള്ളതാകുമ്പോഴത്തേക്ക് മോണോട്ടോണസ് ആവും. മോണോട്ടോണസ് ആകുന്നതോടെ എന്ത് പറ്റും? പ്ലേയേഴ്സിന്റെ ഇൻവോൾവ്മെന്റും
അവര് ഇന്റലക്ച്വലി അവർ ചലഞ്ച് ആയി മാത്രമേ ഗെയിം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ചലഞ്ചിങ് ആയിട്ടുള്ള നെക്സ്റ്റ് സെഷൻ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ് ഒരു കോച്ചിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു കടമ്പ. അത് നമുക്ക് എങ്ങനെ ചലഞ്ച് ചെയ്യാം, നമുക്ക് അവനെ എങ്ങനെയൊക്കെ ഒരു ബാറ്റ്സ്മാനെ ചലഞ്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു ബൗളറെ ചലഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നെക്സ്റ്റ് സെഷന്റെ കൊണ്ട് ഉദ്ദേശം എന്താണ്? നമുക്ക് ഗെയിം നെറ്റ്സ് ആണോ, അതോ ടാർഗറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫറ്റിക് ട്രെയിനിങ് ആണോ? എന്താണ് നിങ്ങൾ ഈ നെറ്റ്സ് ചെയ്യുന്നത്? എന്ത് ചെയ്തിരുന്നാലും ബാറ്റ്സ്മാന് ചലഞ്ചിങ് ആയിരിക്കണം. ഈ ഇത്രയും ചലഞ്ചിങ്ങും വേരിഡും ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഇംപ്രൂവ്മെന്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഒരു നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഒരു നെക്സ്റ്റ് സെഷന് എന്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഇസ് പ്ലാൻഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ അഡ്വാൻസ്. സോറി, അഡ്വാൻസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത് അഡ്വാൻസ് ആണ്. അതായത് നെറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെൽ പബ്ലിഷ്ഡ്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പ് കുറച്ച് ഹയർ ലെവലിലെ ടീമുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളപ്പം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു നെറ്റ് സെഷൻ ഉണ്ടെങ്കിൽ 11 മണിയാകുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ നെറ്റ് പ്ലാനർ വരും. അതിൽ എഴുതിയിരിക്കും ഇത്ര മിനിറ്റ് ഇതാണ് വാമപ്പ്. വാമപ്പിന്റെ റുട്ടീൻ എന്താണെന്നുള്ള ട്രെയിനർ ഇട്ടിരിക്കും. അത് കഴിഞ്ഞ് ഫീൽഡിംഗ് ആണെങ്കിൽ ഫീൽഡിംഗ് വെച്ച് എഴുതിയിരിക്കും ഇതാണ് ഫീൽഡിംഗ് റൺസ്, ഇതാണ് ഫീൽഡിങ്ങിന്റെ ഗ്രൂപ്പുകൾ, ഇതാണ് ഫീൽഡിങ്ങിന്റെ റൊട്ടേഷൻ. അതിനുശേഷം നെറ്റ്സിൽ പോകുമ്പോൾ നെറ്റ് ABC ആരൊക്കെയാണ് ബാറ്റ് ചെയ്യണത്, ആരൊക്കെയാണ് ബൗൾ ചെയ്യണത്, ഇറ്റ് ഇസ് വെരി പക്കയായിരിക്കും ഇത്. എന്നിട്ട് നമ്മൾ നെറ്റ്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നെറ്റിന്റെ വെളിയിൽ ഡ്രസ്സിംഗ് റൂമിന്റെ അവിടെ നെറ്റ് പ്ലാനർ ഒട്ടിച്ചിരിക്കും. അപ്പൊ കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഓരോരുത്തരും സിസ്റ്റമാറ്റിക് ആയിട്ട് ആ റുട്ടീനിലൂടെ പൊക്കോണ്ടിരിക്കും. ടൈം ലാഗ് ഇല്ല, ടൈം വേസ്റ്റ് ഇല്ല. പ്രോംപ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, പ്രോംപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യും. അത്ലറ്റ്സ് വിൽ ബി കെറ്റ് ബിസി ഓൾ ദ ടൈം. ആരുടെയും സമയം വേസ്റ്റ് ആവില്ല. ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടാവും. നമ്മളിപ്പോൾ 3 നെറ്റ്സ് ഉണ്ട്. പുറത്ത് ത്രോ ഡൗൺസ് ആയിരിക്കും, ബോളിംഗ് മെഷീൻ ആയിരിക്കും, സൈഡ് ആം ത്രോ ഡൗൺസ് ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ കൂടെ ഫീൽഡിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സ്പിന്നേഴ്സ് ആണെങ്കിൽ അവരുടെ റിട്ടേൺ ക്യാച്ച് പ്രാക്ടീസ് ചെയ്യുന്നിരിക്കും. ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ടാവും. ഇതിൽ കോമ്പറ്റീഷനിൽ എന്താണ് ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഒരു പ്ലെയറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് 100% നെക്സ്റ്റ് സെഷനിൽ നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യണം. നമുക്ക് ടീം ഗോളിൻ്റെ കൂടെ ഒരു അത്ലറ്റിന് ഒരു ഇൻഡിവിജ്വൽ ഗോൾ ഉണ്ടാവും. ഇപ്പൊ നാളെ മാച്ചിനാണെങ്കിൽ മുമ്പ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നമുക്ക് ഈസ് അവെയർ വിക്കറ്റ് ഈ ടൈപ്പാണ്, അവരുടെ ബോളേഴ്സ് ഈ ടൈപ്പാണ്, അവരുടെ ലൈൻ ഓഫ് അറ്റാക്ക് ജനറൽ ഇതായിരിക്കുമെങ്കിൽ ആ ബാറ്റ്സ്മാൻ നെറ്റ്സി ബാറ്റ് ചെയ്യുമ്പം അവന്റെ പ്ലാൻ എന്താണ്, ഈ ഷുഡ് വർക്ക്ഔട്ട് ഓൺ ദാറ്റ് ആൻഡ് ദർ ഷുഡ് ബി സഫിഷ്യന്റ് ഫീഡ്ബാക്ക്. സഫിഷ്യന്റ് ഫീഡ്ബാക്ക് എങ്ങനെ വരും? ഒരു കോച്ചിന്റെ അടുത്ത് ഒരു പ്ലെയർ വെൻ ഹി ഫീൽസ് കോൺഫിഡന്റ് ഇനഫ്, ഞാൻ പറയണത് കോച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ട് എടുക്കും. ക്രിറ്റിസിസം ആണെങ്കിൽ ശരി, ഫീഡ്ബാക്ക് ആണെങ്കിൽ ശരിയാണ്, there will be a feedback. And after every warm down, an evaluation is done on the efficiency of the session. വാം ഡൗൺ കഴിയുമ്പോഴത്തേക്ക് ഈ നെറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ സെഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉണ്ടായോ, അതിനെക്കുറിച്ചൊരു ഇവാലുവേഷൻ ഉണ്ടാകണം. ആ ഇവാലുവേഷന് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നിങ്ങൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും, കോച്ചായിരിക്കും, നിന്റെ ഇപ്പൊ കോച്ചിന്റെ കൂടുള്ള ആരാണ്, അസിസ്റ്റന്റ് കോച്ചസോ, അവരായിരുന്നു, ഓൾ ഷുഡ് ബി ഇൻവോൾവ് ഇൻ ദ ഇവാലുവേഷൻ. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത നെറ്റ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഓൾ തിങ്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഞാൻ ഈ സംസാരിച്ചു പോകുന്നത് ഇപ്പോൾ ഒരു ടീമിനെ കൊണ്ടുപോകുമ്പോൾ സ്റ്റേറ്റ് മാച്ചിന് മുമ്പോ അതിനു മുമ്പുള്ള നെറ്റ് സെഷനെ കുറിച്ച് മാത്രമാണ്. അല്ല ഇൻഡിവിജ്വലി നമ്മുടെ കോച്ചിങ് നെറ്റ്സിനെ കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും ഇത് സംസാരിക്കുന്നതാണ്. ഒരു നെറ്റ്സിന് പ്രോട്ടോകോൾ ഉണ്ടാവും. നെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നിപ്പം നിങ്ങൾ നാളെ ഒരു ദിവസം കേരള ടീമിനെ കൊണ്ട് കോച്ച് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്കിപ്പോൾ കളി ഹിമാചൽ പ്രദേശിലാണ്, നിങ്ങൾ കളിക്കുന്ന ധർമ്മശാലയുടെ ഗ്രൗണ്ടിലാണെങ്കിൽ അവിടെ നിങ്ങൾ അതിന് തലേ ദിവസം തന്നെ കോച്ചും ട്രെയിനറും ഫിസിയോയും പോയിട്ട് ഡെഫിനറ്റ് ആയിട്ട് പ്രാക്ടീസ് ഏരിയ, വാമപ്പ് ഏരിയ, ഫീൽഡിംഗ് ഏരിയ, ആ ഇട്ടിക്കുന്ന നെറ്റ്സിനെ വരെ നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്യുന്ന നെറ്റ്സിന്റെ ക്വാളിറ്റി വരെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചുറി കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഒരു മെയിൻ പ്ലെയർ ആയിരിക്കും ഗെയിം മിസ് ചെയ്യാൻ പോകുന്നത്. ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിംഗ് ചാർട്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് വെരി പ്രോമിനൻ്റ്ലി. പ്രോപ്പർ വാമപ്പ് മസ്റ്റ് ആയിരിക്കണം. നമ്മൾ പലപ്പോഴും പല ടീമിൻ്റെ കൂടെ പോകുമ്പോൾ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡിലുള്ള പ്ലേയേഴ്സ് ആയിരിക്കില്ല, ഒരു മധ്യ റേഞ്ചിലുള്ള പ്ലേയേഴ്സ്, ചിലർക്കും ഒരു സ്റ്റാർ കോംപ്ലക്സ് ഉണ്ടാവും. ഞാൻ വാമപ്പിന്റെ റുട്ടീനിൽ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വാമപ്പ്, ഫൈൻ, അവർ ഇൻഡിവിജ്വൽ വാമപ്പ് റുട്ടീനാണ് അവരുടെ എങ്കിൽ ഇറ്റ് ഷുഡ് ബി മോണിറ്റേർഡ് ദാറ്റ് ദേ വാമപ്പ് പ്രോപ്പർലി. സേഫ്റ്റി റിക്വയർമെന്റ് എന്തൊക്കെയാണ് നെറ്റ്സിന്റെ?
അത് എവ്രി പ്ലെയർ ഷുഡ് ബി മെയ്ഡ് അവെയർ. ഇത് നമ്മുടെ ഒരു ചെറിയ കോച്ചിങ്ങിന്റെ നെറ്റ്സ് ആണെങ്കിലും ശരി, ഡിസ്ട്രിക്റ്റിന്റെ നെറ്റ്സ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ക്ലബിന്റെ നെറ്റ്സ് ആണെങ്കിലും ശരി, സേഫ്റ്റി റിക്വയർമെന്റും സേഫ്റ്റി പ്രോട്ടോകോൾസും മസ്റ്റ് ആയിരിക്കണം. ഇതിൽ എന്താണ് ഉദ്ദേശിക്കണം? സേഫ്റ്റി റിക്വയർമെന്റ് പ്രോട്ടോകോൾ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പാഡ്സ്, ടൈപ്പ് പാഡ്, ഹെൽമെറ്റ്, അബ്ഡോമിനൽ പ്രൊട്ടക്ടർ, നെറ്റിന്റെ ഇടയിലുള്ള നെറ്റിന്റെ ഇടയിലുള്ള ഡിവൈഡിങ് ആയിട്ടുള്ള നെറ്റ് ക്രോസ് ചെയ്താലും നടക്കാതിരിക്കുക, ബോളേഴ്സിന്റെ റണ്ണപ്പിൽ ബോളൊന്നും ഇല്ലാതിരിക്കുക. ഒരു ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഹയസ്റ്റ് ലെവലിലുള്ള ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന നെറ്റ്സ് ടീം നടത്തുന്ന ഒരു അസോസിയേഷൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആഷസ് ടൂറിന്റെ ഇടയിൽ ജോൺ ബുക്കനൻ കോച്ചായിരുന്നപ്പോഴത്തേക്ക് മെഗ്രാത്ത് നെറ്റ്സിന്റെ സൈഡിൽ അലക്ഷ്യമായിട്ടിരുന്ന ഒരു ബോളി ചവിട്ടി ആംഗിൾ ചുസ്റ്റ സീരീസ് മിസ്സായി ആഷസ് ലോസ് ആയ ഒരു കഥയുണ്ട്. അത്രയും ഉയർന്ന രീതിയിൽ തോന്നുന്നവർക്ക് വരെ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു മിസ്റ്റേക്ക് ആകാം. ഷുഡ് ബി വെരി വെരി കോഷ്യസ് അബൌട്ട് ദിസ്. പ്രത്യേകിച്ച് നമ്മൾ കോച്ചിങ് സെന്റേഴ്സ് നടക്കുന്നവരാകുമ്പോൾ എന്ത് പറ്റും, പിള്ളേർ നെറ്റിനോട് തീരെ ചേർന്ന് നിൽക്കുക, അല്ലെ നെറ്റിന്റെ തൊട്ട് ബോളേഴ്സിന്റെ പുറകെ നിൽക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുന്നതാണ്. നെറ്റ് ഡിസിപ്ലിൻ 100% മെയിൻറ്റെയിൻ ചെയ്യണം. നെറ്റ് ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് അനാവശ്യമായ സംസാരം, ടൈം വേസ്റ്റിങ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ലൈക്ക് കാഷ്വൽ ആയിട്ട് ഒന്ന് ബാറ്റ് ചെയ്തിട്ട് പോകുന്നത്. നെറ്റ്സിൽ ഇപ്പോൾ ബാറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ആ ബാറ്റ്സ്മാനെ കൊണ്ട് കോച്ച് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല, പ്ലെയറുടെ എവറി ഗോൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോച്ച് ആൻഡ് പ്ലെയർ ഹാസ് ഡിസ്കസ് ബിഫോർ. നീ ഇന്ന് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. പ്ലെയർ പറയുന്നത് അല്ല കോച്ച്, എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്, റൈറ്റ്. അപ്പോൾ യു വർക്ക് അക്രോസ് ആൻഡ് കം ഇൻ ടു കോമൺ ഗോൾ. ആ ഗോളിലേക്കല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് നെറ്റ് ഡിസിപ്ലിൻ. പിന്നെ നെറ്റിന്റെ ഒരു നെറ്റ്സിന്റെ അകത്തുള്ള പ്ലേയേഴ്സിന്റെ എണ്ണം ലിമിറ്റ് ചെയ്യുക. മാക്സിമം 2 ബാറ്റ്സ്മാൻ 4 ബൗളേഴ്സ്. ഇതിൽ കൂടുതലാണെങ്കിൽ ടൈം ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണമല്ല, എല്ലാവർക്കും അതിന്റെ ഫലവും കിട്ടിയിരിക്കുന്നില്ല. പിന്നെ സെറ്റ് പർപ്പസ്ഫുൾ ഗോൾസ്. നമുക്ക് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ഇടയ്ക്ക് സംസാരിച്ചിരുന്നില്ല. ഗോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നെറ്റിന്റെ ഗോൾ ഉണ്ടാവും, എനിക്ക് ഇന്ന് ഡേയുടെ ഗോൾ ഉണ്ടാവും, എനിക്ക് ഒരു സെഷന്റെ ഗോൾ ഉണ്ടാവും, എനിക്ക് ഈ വീക്ക്ലി ഗോൾ ഉണ്ടാവും, അല്ലെ എനിക്ക് പ്രീ സീസൺ ഇതായിരിക്കും ഗോള്, ഓഫ് സീസൺ ഇതാണ് ഗോൾ, ഇൻ സീസൺ മാച്ചസ് ഇതാണ് എന്റെ ഗോള്. അതുപോലെ ഓരോ നെറ്റ്സിലും എന്താണ് ഗോൾ എന്നുള്ളത് വളരെ പർപ്പസ്ഫുൾ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യേണ്ടത്. ഒരു നെറ്റ്സിന് ഒരു ബൗളറിനുള്ള, ഒരു ബാറ്റ്സ്മാനുള്ള, അല്ലെങ്കിൽ ഒരു ഫീൽഡറിനുള്ള, ഒരു ബൗളറിനുള്ള ടൈം പ്രീവിയസ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കണം. അതിലേക്ക് ഗ്യാരണ്ടി ആയിട്ട് യു ഹാവ് ടു മേക്ക് ഷുവർ ദേ സ്റ്റിക്ക് ടു ദാറ്റ്. ഒരു കോച്ചിങ് സെഷനിൽ 1 or 2 കീ പോയിന്റുകളിൽ പറയേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഇട്ടിരിക്കുന്ന 2 പടങ്ങളിൽ നിന്ന് വളരെ ഓബിയസ് ആണ്, വളരെ ഹ്യൂമറസോട് ഡിപ്പിക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കോച്ച് ഇതെല്ലാം പറയണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം. ഇതിന്റെ എൽബോ അപ്പ്, 12 the bat, lift your foot up. Coach, I'm enjoying coaching, I'm doing a very good thing. But in the end, എന്താണ് പ്ലെയർ കൺഫ്യൂസ്ഡ് ആകുകയാണ്. പിന്നെ ഫോക്കസ് ഓൺ ദ പ്ലേയേഴ്സ്. ലിമിറ്റ് യുവർ ഇന്ററാക്ഷൻ വിത്ത് നോൺ കോർ പേഴ്സൺസ്. ആ നെറ്റ്സിന്റെ ഉദ്ദേശവും, നെറ്റ്സ് ആർക്ക് വേണ്ടിയാണ്? നെറ്റ്സ് കോച്ചിന് വേണ്ടിയല്ല, ഒഫീഷ്യൽസിന് വേണ്ടിയല്ല, നെറ്റ്സ് ആ പ്ലെയറിന് വേണ്ടിയാണ്, അല്ല ടീമിന് വേണ്ടിയാണ്. അപ്പൊ കോച്ചിന്റെ ആ സമയത്ത് ആ നെറ്റ്സ് കണ്ടക്ട് ചെയ്യണ XYZ കോച്ചാണോ, ഇനി അസിസ്റ്റന്റ് കോച്ചാണോ, ആരോ ആയിക്കോട്ടെ, ഇനി ബൗളിംഗ് കോച്ച് ഉണ്ടെങ്കിൽ ബൗളിംഗ് കോച്ച് ഷുഡ് ബി ഫോക്കസിങ് ഓൺ ദ ബൗളേഴ്സ്. ദ ബാറ്റിംഗ് കോച്ച് ഷുഡ് ബി ഫോക്കസിങ് ഓൺ ദ ബാറ്റ്സ്മാൻ. ദേ ഷുഡ് ലിമിറ്റ് ദെയർ ഇന്ററാക്ഷൻ വിത്ത് ഫിസിയോ വന്നു, ട്രെയിനർ വന്നു, തരത്തിന്റെ കാര്യമില്ല. എന്താണ് നിങ്ങളുടെ ഫോക്കസ്? യുവർ ഫോക്കസ് ഈസ് എ പ്ലെയർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് you kept your eyes on where you looking. Net protocol. You should be constantly encouraging and praising the efforts. 100%. നമുക്ക് ഒരു പ്ലെയറിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നെങ്കിൽ പല രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. എക്സ്ട്രിൻസിക് ഉണ്ട്, ഇൻട്രിൻസിക് ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ട്, ഇന്റേണൽ ആയിട്ട് മോട്ടിവേഷൻ ഒക്കെ ആണ്. പക്ഷെ നമ്മൾ ആസ് എ കോച്ചസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ജൂനിയർ ക്രിക്കറ്റേഴ്സിലാണെങ്കിൽ, ഒരു കോച്ചിന്റെ വായിന്ന് ഒരു വാക്ക് വീഴുന്ന പ്ലെയറിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് ദ അൾട്ടിമേറ്റ് തിങ്. സോ യു ഹാവ് ടു കീപ് ഓൺ കോൺസ്റ്റന്റ്ലി എൻകറേജിങ് ആൻഡ് പ്രൈസ് എഫർട്ട്. നമ്മൾക്ക് റിസൾട്ട് അല്ല നോക്കേണ്ടത്, എഫർട്ടാണ് നോക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ആസ് എ കോച്ച് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണ്? വി ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദ റിസൾട്ട്. യെസ്, ആസ് എ കോച്ച് നിനക്ക് റിസൾട്ട് ആവശ്യമാണ്.
ബട്ട് യുവർ ഐ ഷുഡ് ബി ഓൺ ദ എഫർട്ട്. ആ കുട്ടി അല്ലെങ്കിൽ ആ ട്രെയിനർ അല്ലെങ്കിൽ ആ പ്ലെയർ ഇടുന്ന എഫർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ആൻഡ് ദ പ്ലെയർ ഷുഡ് ബി മെയ്ഡ് അവെയർ that his efforts are being appreciated. For junior cricketers, almost every ball merits a comment. So they are constantly നോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പല ജൂനിയർ ക്രിക്കറ്റിന്റെ മാച്ചസ് പോയിരുന്ന് കാണുമ്പോഴത്തേക്ക് ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ ബോളിന് ശേഷം ഒന്നെങ്കിൽ അവന്റെ കോച്ച് അല്ല അവനെ മെന്റർ ചെയ്യുന്ന സീനിയർ പ്ലെയറിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. എടാ അവൻ കണ്ട ഞാൻ കളിച്ച, അല്ലെ സാറ് കണ്ട ഞാൻ കളിച്ച നല്ല ഷോട്ട്. അത്രയും ഒരു മാച്ചിന്റെ അകത്ത് ഈ ലുക്കിംഗ് ഫോർ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ഹിസ് അല്ലെ ഒരു അപ്രീസിയേഷന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ എ നെറ്റ്സ് ഡെഫിനറ്റ്ലി ഷുഡ് ബി ഡൺ. നമുക്ക് എന്തെല്ലാം നമുക്ക് ടൂൾസ് ആയിട്ട് നമുക്ക് യു ക്യാൻ ഡു വീഡിയോ ഷൂട്ടിംഗ് ഇൻ ദ മാച്ച്. വീഡിയോ ഷൂട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് വലിയ മറ്റേ ഹൈഫൈ വീഡിയോ മെഷീൻസ് കാര്യമില്ല. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഉള്ള ഏകദേശം ഉള്ള എല്ലാ മൊബൈൽ ഫോണിലും യു ക്യാൻ ഹാവ് എ സ്ലോ മോഷൻ റീപ്ലേ. യു ക്യാൻ യൂസ് ഇറ്റ് വെരി ജുഡീഷ്യസ്ലി. ഒരു ബൗളിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ബൗളിംഗ് മെഷീൻസ് ഇന്നാണെങ്കിൽ ഇന്ന് ലിവറേജ് കമ്പനിയുടെ 7,500 രൂപയുടെ ബൗളിംഗ് മെഷീൻ തൊട്ട് ഫ്രീ ത്രോ എന്ന് പറഞ്ഞ മറ്റേ മെക്കാനിക്കൽ ആയിട്ടുള്ള ബൗളിംഗ് മെഷീൻ ഉണ്ട്. നമുക്ക് ബൗളിംഗ് മെഷീൻസ് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, പണ്ട് ലക്ഷറി ആയിട്ട് തോന്നിയിരുന്നെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടി, ഓട്ടോമേഷൻ വരാൻ വേണ്ടി ബൗളിംഗ് മെഷീൻ വളരെ യൂസ്ഫുൾ ആണ്. ഒരു വൈറ്റ് ബോർഡ് നമ്മൾ എപ്പോഴും വിചാരിക്കും നെസ്സി എന്തിനാ വൈറ്റ് ബോർഡ് എന്ന്. ഒരു വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് എഴുതി വെക്കാനും നമുക്ക് റെഫറൽ പോയിന്റ് ആയിട്ട് എടാ ഇന്ന് വന്നതിന്റെ വൈറ്റ് ബോർഡ് ഞാൻ എഴുതി വെക്കുകയാണ്, ഇന്ന് എൻ്റെ ഉദ്ദേശം ഇതാണ്, ഈ പ്ലെയറിന്റെ ഇതാണ്. ഇന്നിപ്പോൾ മസർ വന്നിരിക്കണം. മസറിനെ സംബന്ധിച്ചോളം ഇന്ന് മസറിന്റെ കൗഡറേവ് വർക്ക് ചെയ്യണം. അപ്പൊ മസർ വന്നിട്ടുണ്ട്, ഒരു വായിക്കും മസർ വായിക്കാൻ ശരി എനിക്ക് കൗഡറേവിനാണ്. അപ്പൊ എന്ത് മസറിന്റെ കൂടെ എറിഞ്ഞു കൊടുക്കുന്ന പ്ലെയർ അല്ലെ ത്രോൺസിന്റെ പ്ലെയറിനെ അറിയാൻ ഞാൻ ഫീഡ് ചെയ്യേണ്ട ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് കയറ്റിയാണ് അറിയേണ്ടത്. റോബോം അല്ലെങ്കിൽ സൈഡ് ആം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് ആസ് എ കോച്ചസ് അത് യൂസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചോളം അത് എത്ര എംഫസിസ് ചെയ്ത് പറയണമെന്ന് അറിയില്ല. ഇറ്റ് ഈസ് 100% that you have to learn to use a robo and be an expert. ഹെവി ബോൾ എന്ന് ഉദ്ദേശിച്ചത് ഇന്നിപ്പോ ഒരുപാട് പേര് കണ്ട ജൂലിയൻ വുഡ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഒരു കോച്ച് ഉണ്ട്. അയാൾ വന്ന് പഠിപ്പിക്കണ ഈ ട്രെയിൻസ് പീപ്പിൾ ടു പവർ ഹിറ്റ്. അയാൾ സിമ്പിൾ ഫണ്ടാണ്. നമ്മൾ കാലിൽ 2 L ബാക്ക് എൽ ഷേപ്പിൽ 2 L ഉണ്ടാക്കുക, ആൽഫബറ്റ് എൽ. ബാക്ക് നീഡ് ബാക്ക് കാലിന്റെ ആംഗിൾ എല്ലിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഹിറ്റ് ചെയ്യുക, മേക്ക് ഷുവർ ബോഡി വെയിറ്റ് കംസ് ത്രൂ, ഫ്രണ്ട് ഷോൾഡർ ഹിപ്പ് സെപ്പറേഷൻ, ഹെവി ബോൾ, ഹെവി ബാറ്റ്. ഇതാണ് അദ്ദേഹം യൂസ് ചെയ്യണ സാധനം. ഹെവി ബോൾ എന്ന് പറയുന്നത് നമുക്ക് ആമസോണിൽ കിട്ടും. ടാപ്പ് കണ്ടീഷനിങ് ബോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റാണ്, 8 ബോളാണ്, ഡിഫറെന്റ് വെയിറ്റ്സ് ആയിട്ടുള്ള കിട്ടും. ഇല്ലെങ്കിൽ ഇന്ന് സിന്ധു കാരിയർ എന്ന് പറഞ്ഞാൽ ബോംബെ സപ്ലൈ ചെയ്യുന്ന ഒരു പാട്ട്, അദ്ദേഹത്തിന് 3 വെയിറ്റുള്ള ബോളുണ്ട്. ഇപ്പൊ സെയിൽ നടക്കുകയാണ്, 12 മേടിച്ചാൽ 12 ഫ്രീ ആണ്. ഇത് വളരെ എസെൻഷ്യൽ ആയിട്ട് ടൂളാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ലോക്ക്ഡൌണിന്റെ സമയത്ത് എൻ്റെ അടുത്ത് കോച്ച് ചെയ്യാൻ വരുന്ന ഒരുപാട് പിള്ളേർ ഈ ഹെവി ബോളുകൾ നമ്മൾ നെറ്റ്സിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ട് ഈവൻ വീട്ടിന്റെ അകത്ത് അത് വെച്ച് ബാറ്റ് ചെയ്യുന്നുണ്ട്. അത് സോഫ്റ്റ് ആണ്, ഹെവിയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ എത്ര അടിച്ചാലും ഒരിടത്തും പോണില്ല. ഇതുകൊണ്ട് ഗുണമെന്ന് ട്രെയിൻ ആസ് എ ബാറ്റിംഗിൽ എന്താണ് ഗുണം വെച്ച് കഴിഞ്ഞാൽ ബാറ്റിന്റെ പാത്ത് ബോളിന്റെ നേരെ പുറകിലല്ലെങ്കിൽ ബോൾ വോണ്ട് ഗോ. ബോൾ അല്ലെങ്കിൽ ബാറ്റിന്റെ ഫേസിൽ സ്ലൈഡ് ചെയ്യും. സോ ഹെവി ബോൾ ഇസ് വെരി യൂസ്ഫുൾ. നെറ്റ്സിന് യു ഹാവ് ടു യൂസ് അസിസ്റ്റൻസ് ഓർ സീനിയർ പ്ലേയേഴ്സ് ടു ഹെൽപ്പ് യു. ഇതിൽ ഒരിക്കലും ഈഗോ വരരുത്. നെറ്റ്സിന്റെ അകത്ത് ആസ് എ കോച്ച് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ നെറ്റ്സ് നമ്മളെക്കാളും കളിച്ചിട്ടുള്ള, നമ്മളെക്കാളും കഴിവുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും. അവർ നമ്മുടെ അടുത്ത് കോച്ചിങ്ങിന് വന്നിട്ടുള്ളതായിരിക്കും. എന്താ പറഞ്ഞ പെരുന്തച്ഛൻ മനോഭാവല്ലേ മലയാളത്തിൽ പറഞ്ഞ, അതിന്റെ ആവശ്യമില്ല. അവരെ വ്യക്തമായിട്ട് യൂസ് ചെയ്യണം. നമുക്ക് അറിയാത്ത സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലെയർ ആയിരിക്കണം കോച്ച് ചെയ്യണം. മെഡിക്കൽ കോളേജിൽ നിന്ന് സ്പിന്ന് പഠിപ്പിക്കുന്ന പ്രശാന്ത് പത്മനാഭനാണ്, കളിച്ചിട്ടുള്ള പ്ലെയറാണ്. 16 വയസ്സ് തൊട്ട് ഞാൻ കോച്ച് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആർട്ട് ഈസ് ബെറ്റർ ടോട്ട് ബൈ പ്രശാന്ത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അനന്തപുരം ഒരുപാട് പ്രാവശ്യം വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നെറ്റ്സിൽ. നമ്മൾ ഒരു അസിസ്റ്റന്റിനെ അല്ലെങ്കിൽ നമ്മൾക്ക് അറിഞ്ഞാത്ത ഒരു കാര്യം വേറെ ആളെ കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു കുഴപ്പത്തിന് ഒരു ഈഗോയുടെ ഇഷ്യൂ വരേണ്ട കാര്യമില്ല. പിന്നെ ഇന്ന് ഒരുപാട് ത്രോ ഡൗൺസിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. പല നെറ്റ്സിലും ഒരു 2-3 വിക്കറ്റിൽ ഒരു നെറ്റ്സ് ത്രോ ഡൗൺസിൽ നമ്മൾ വെച്ചിട്ട് സെപ്പറേറ്റ് ഉള്ളതാണ്. ആ ത്രോ ഡൗൺസ് ചെയ്യുന്ന വ്യക്തി 100% ഹെൽമെറ്റും അബ്ഡോമൻ ഗാർഡും യൂസ് ചെയ്തേ പറ്റൂ. അത് ആ ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റിന് വന്നിട്ടുള്ള അത്ര ഇഞ്ചുറീസ് ഒരു ബാറ്റ്സ്മാന് വന്നിട്ടില്ല. ടിപ്പ് ഓൺ നെറ്റ് സെഷൻ.
ബാറ്റ്സ്മാൻ പെയറിൽ ബാറ്റ് ചെയ്യുക, ആ ഡ്യൂറേഷൻ എത്രയാണ്? ഇതൊരു വളരെ ഡിബേറ്റബിൾ ആണ്. എത്ര നേരം ഒരു പെയർ ബാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നേരം ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യണം? ഇറ്റ്സ് അപ് ടു ദ ഇൻഡിവിജ്വൽ. ചിലർക്ക് അരമണിക്കൂർ ബാറ്റ് ചെയ്യണം, ചിലർക്ക് അല്ലെങ്കിൽ 20 മിനിറ്റ് ബാറ്റ് ചെയ്യണം. ഞാൻ കണ്ടിട്ടുള്ളതും അടുത്ത ഇടപഴകിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ, ലോകത്തെ വൺ ഓഫ് ദ പ്രീമിയർ ബാറ്റ്സ്മാൻ ഓൾറൗണ്ടറാണ് ജാക്ക് കാലിസ്. കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനുള്ള പ്രീ മാച്ചും അല്ലെങ്കിൽ IPL തുടങ്ങുമ്പോൾ എസ്പെഷ്യലി 10 മിനിറ്റുള്ളിൽ ബാറ്റ് ചെയ്ത് കണ്ടിട്ടേ ഇല്ല. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പം ചിലർക്ക് ഹെവി ഒരുപാട് വോളിയം ആയിരിക്കും, ചിലർക്ക് ഇന്റൻസിറ്റി ആയിരിക്കും. എന്താണ് എത്ര? എനിക്ക് ഇന്ന പട്ടിക, ചിലർ പക്ക സ്പെസിഫിക്, എനിക്ക് ഇന്ന ബൗളേഴ്സിന്, എനിക്ക് ലെഫ്റ്റ് ആൻഡ് ഫാസ്റ്റ് ബൗളേഴ്സിന് എനിക്ക് 2 ഓവർ ബാറ്റ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. എനിക്ക് അല്ലെങ്കിൽ അതിനുശേഷം കുറച്ച് ത്രോ ഡൗൺസ് വേണം. സഞ്ജു ഭയങ്കര ക്ലിയർ ആണ്. സഞ്ജു സാംസൺ നെറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര നേരം ത്രോ ഡൗൺസ് വേണം, എനിക്ക് ഇന്ന ബൗളേഴ്സിനെ ബാറ്റ് ചെയ്യണം, എനിക്ക് ഇത്ര നേരം സെൻട്രൽ വിക്കറ്റ് ബാറ്റ് ചെയ്യണം, പക്കയാണ്. അത് ഇൻഡിവിജ്വൽ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഇതിപ്പം ഓഫ് സീസൺ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പ്രീ സീസണിൽ എന്താണ്, ഇതെല്ലാം ചേർത്തതിനു ശേഷം യു ടേക്ക് എ കോൾ ആസ് എ കോച്ച്. നെറ്റ്സിൽ 2 പേര് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ദ കോൾ ഷുഡ് ബി വെരി വെരി ക്ലിയർ. പിന്നെ നമുക്ക് നെറ്റ്സിനെ എങ്ങനെ നമുക്ക് കുറെ കൂടെ ചലഞ്ചിങ് ആക്കാൻ പറ്റും? നമുക്ക് കോൺസ് യൂസ് ചെയ്യാം ടു റെപ്ലിക്കേറ്റ് ഫീൽഡേഴ്സ്. ഈ കോൺ വെച്ച് ബാറ്റ് ചെയ്യണതിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാച്ചിന് തൊട്ട് മുമ്പാണെങ്കിൽ ബാറ്റ്സ്മാൻ ചോദിച്ചിട്ടല്ലാതെ നമ്മൾ ഈ മാച്ച് സിറ്റുവേഷൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കരുത്. പ്രീ മാച്ച് നെറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീ മാച്ച് നെറ്റ്സിൽ ഒരുപാടായിട്ടുള്ള പ്രഷർ കൊടുക്കാതെ ദേ ഷുഡ് ബി മീഡ് ടു ഫീൽ വെരി കോൺഫിഡൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് പ്രീ മാച്ച് അല്ലാത്ത നെറ്റ്സിലാണെങ്കിൽ ബാറ്റ്സ്മാൻ്റെ അടുത്ത് നമുക്ക് പറയാം, നീ ബാറ്റ് എത്ര നേരമാണോ ബാറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് ബാറ്റ് ചെയ്യാൻ എത്ര നേരമാണ്, ഷൗട്ട് ആയ ഔട്ട്. പക്ഷെ മാച്ചിന് മുമ്പല്ല. പിന്നെ ഈ ഒരു സജഷൻ അമ്പയർ നെറ്റ്സിന് വേണോ എന്നുള്ളത് ഭയങ്കര ഡിബേറ്റബിൾ ആണ്. എന്റെ ഉദ്ദേശത്തിൽ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഒരാൾ അമ്പയർ ചെയ്യണം നല്ലതാണ്. ഇതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗളേഴ്സിന്റെ നോ ബോൾ ചെക്ക് ചെയ്യാൻ പറ്റും. ആ അമ്പയറിന്റെ തന്നെ നിൽക്കുന്ന വ്യക്തിയുടെ തന്നെ ഒരു നോട്ട്, ഒരു ക്ലിപ്പ് ബോർഡും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എഴുതി ടിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് ബോളുകൾ വീണ ഏറിയ, അല്ല ബാറ്റ്സ്മാൻ നല്ലപോലെ കളിച്ച ബോളുകൾ, അല്ലെങ്കിൽ ഏത് ബോളാണ് പെർഫെക്റ്റ് ആയിട്ട് ടൈം ചെയ്യാത്തത്, അല്ലെ മിസ് ഇറ്റ്, അത് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗെറ്റ് ആൻ ഐഡിയ എങ്ങനെ ഉണ്ടായി നെറ്റ്സ് എന്നുള്ളത്. ഒരു സ്പിന്നെ തീർച്ചയായിട്ടും വിക്കറ്റ് കീപ്പറെ യൂസ് ചെയ്യാൻ പറ്റും. 100% വി നീഡ് എ ഡെസിഗ്നേറ്റഡ് നെറ്റ് ഫോർ ത്രോ ഡൗൺ അല്ലെ ബൗളിംഗ് മെഷീൻ. അതും ഇതുമായിട്ട് മിക്സ് ആകരുത്. പിന്നെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഒരു നെറ്റ്സിൽ എങ്ങനെയാണ് സ്പിന്നറും ബാറ്റ്സ്മാനും സ്പിന്നറും ഫാസ്റ്റ് ബോളറും ഒത്തെറിയണോ, അത് സെപ്പറേറ്റ് ആണോ എന്നുള്ളത്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണെങ്കിൽ യു നീഡ് ഡിഫറെന്റ് നെറ്റ്സ് ഫോർ ഫാസ്റ്റ് ബോളേഴ്സ് ആൻഡ് സ്പിന്നേഴ്സ്, സിംപ്ലി ബിക്കോസ് ബാറ്റ്സ്മാൻ്റെ routine for facing a fast bowler will be different from facing a spin bowler. So ഇതിനാണ് രണ്ടായിട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശം. അപ്പൊ നമുക്ക് 3 നെറ്റ്സ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സിനെ കളിക്കുന്നു, അതിനുശേഷം സ്പിന്നേഴ്സിനെ കളിക്കണം, അതിനുശേഷം ത്രോ ഡൗൺസിനെ കളിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറ്റ് എ സെയിം ടൈം നിങ്ങൾ 6 പേര് എൻഗേജ്ഡ് ആണ്. ത്രോ ഡൗൺസിൽ അടുത്ത ബാറ്റ് ചെയ്യണ പെയർ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ ഫീഡ് ചെയ്ത് ബാറ്റ് ചെയ്യണം. റിമെമ്പർ, the quality of practice is more important than the length of time spent it. നമുക്ക് 4 മണിക്കൂറിന്റെ നെറ്റ് നടത്താം, അല്ലെങ്കിൽ ഭയങ്കര സെഷൻ ആയിരുന്നു 3.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത്. പക്ഷെ അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം ഉണ്ടായത്? അതിലെന്തായിരുന്നു വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ദാറ്റ് നെറ്റ്സ്? ബൗളേഴ്സ് ബൗൾ ചെയ്തതിൽ അവർ സ്പെസിഫിക് ആയിട്ടാണോ ബൗൾ ചെയ്തത്? ബാറ്റ്സ്മാൻ ഒന്ന് കാഷ്വൽ ആയിട്ട് ബാറ്റ് ചെയ്താണോ? ഓർ ഡിഡ് ദേ ഗെറ്റ് എനിത്തിങ് ഔട്ട് ഓഫ് ദാറ്റ്? ഓൾവേസ് ദ ക്വാളിറ്റി ഈസ് പാരമൗണ്ട്. There should be honest and transparent communication between the coach and the player. A bad shot is a bad shot, and when a player asks for a feedback, the answer should be short and honest. എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഉള്ളതാണ്. അതും കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഇതിലാണ്. റോബിൻ ഉത്തപ്പ ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏതോ ഒരു ബൗളർ എറിഞ്ഞപ്പോഴത്തേക്ക് റോബിൻ പ്ലേഡ് എ ഷോട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, റോബിൻ പെട്ടെന്ന് ചോദിച്ചു, വിൽ ദാറ്റ് ബി ഔട്ട്? അപ്പൊ ഞാൻ നോ, റോബി ഇസ് എ ഗുഡ് ഷോട്ട് എന്ന് പറഞ്ഞു. സൈമൺ കാട്ടി ചേർന്ന് ബാറ്റിംഗ് കോച്ച് എന്നെ വിളിച്ച് മാറ്റി സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞു, ദാറ്റ് ഇസ് എ റോങ് ആൻസർ കോച്ച്, യു വുഡ് ഹാവ് ബീൻ ഔട്ട് ആൻഡ് യു നോ ദാറ്റ്, സോ ഗീവ് ആൻ ഓണസ്റ്റ് ആൻസർ, ബിക്കോസ് ദ കോച്ച് ഈസ് റിലേയിങ് ഓൺ യു ഫോർ ദ ഫീഡ്ബാക്ക്. അപ്പൊ നീ പറഞ്ഞു കൊടുക്കുകയാണ്
Endhathu parayana, you're telling him that no, it's a good shot. It reinforces his thinking that okay, I can go out with that shot in tomorrow's match and I won't be out. But fact is that he can be out. Tell him shot, and honestly, yes, it's a bad shot. Transparency in communication is very vital. Every session is an opportunity for the player to work on their match skills with immediate feedback. Oro session with immediate feedback, our player is working towards performing in a match. Immediate feedback ഇന്ന് രാവിലെ 10 മണിയുടെ നെറ്റ്സിനെ കുറിച്ച് വൈകിട്ട് ഡിന്നർ സമയത്ത് കോച്ച് പ്ലെയറിന്റെ അടുത്ത് പറയാണ്, നീ ഇന്ന് രാവിലെ ആ ഫാസ്റ്റ് ബോളിനെ കളിച്ച ടിനുവിനെ കളിച്ചപ്പോൾ ഉണ്ടല്ലോ, ആ ബാക്ക് ഫുട്ടി ആ ഡ്രൈവ് കുറച്ചൊന്ന് ശരിയാക്കായിരുന്നു, ഓർമ്മ പോലും കാണൂല ഏത് ബോൾ ഏത് ടീം. ഫീഡ്ബാക്ക് ഷുഡ് ബി ഇമ്മീഡിയറ്റ്. ഇഫ് യു വാണ്ട് ടു കറക്റ്റ് സംതിങ്, കറക്റ്റ്. ബാറ്റിംഗ് കഴിഞ്ഞ ശേഷമാണോ ബാറ്റിങ്ങിന്റെ ഇടയിലാണോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽ. ചില ബാറ്റ്സ്മാൻമാർ അതിന്റെ ഇടയിൽ ചോദിച്ചെന്നിരിക്കും, ദെൻ യു ക്യാൻ ആൻസർ ദം. ഇല്ലെങ്കിൽ ദ മിനിറ്റ് ദേ ഫിനിഷ് ദ നെക്സ്റ്റ് സെഷൻ, യു ഷോ ദം യുവർ നോട്ട്സ്. ഇതാണ് നീ കളിച്ചപ്പെടുന്നത്. ആൻഡ് ഇഫ് വീഡിയോ റെക്കോർഡിംഗ്, നിനക്കറിയാം, യു ക്യാൻ ടെൽ ദം വെരി ക്ലിയർലി, നീ കളിച്ചുകൊണ്ടിരുന്ന 7ാമത്തെ ബോൾ ഇതെന്നുള്ള. ഈ കൂട്ടത്തിൽ പ്രശാന്ത് പരമേശ്വരൻ ഉണ്ട്. പ്രശാന്ത് പരമേശ്വരൻ ഓർമ്മയുണ്ടെങ്കിൽ ഞങ്ങൾ അണ്ടർ 23 സ്റ്റേറ്റ് ടീം ഹൈദരാബാദി മാച്ച് കളിക്കുമ്പോൾ പ്രശാന്ത് വി എസ് ലക്ഷ്മൺ ബോൾ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. വി എസ് ലക്ഷ്മൺ ബാറ്റിങ്ങിന് ശേഷം പ്രശാന്തിന്റെ അടുത്ത് എറിഞ്ഞ ഓരോ ബോളിനെ കുറിച്ചും he had a mental note of each and every ball he played. അപ്പൊ വി എസ് ലക്ഷ്മൺ പോലത്തെ ഒരു ബാറ്റ്സ്മാൻ ആണ് വന്ന് ആസ് എ കോച്ച് താങ്കളുടെ അടുത്ത് ചോദിക്കുകയാണ്, കോച്ച് ഞാൻ കളിച്ച 4ാമത്തെ ബോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, you can't be blowing balloons, you have to tell him the fact. So adana, you should be observing all the time and ideally noting down. Plus agam minus agam, make sure. If it's a minus or even plus, make sure in a ball you have to be pakka. Nee kalicha inna bowler na kalicha inna samayathu kalicha ball idil ingane undai, this was the outcome. Adaagumbol cheyna that our communication, it opens so much things. The player starts to trust you and you have a window to work with him. Recommended system for net practice. This again, നമ്മൾ സ്റ്റേറ്റ് ടീമിന്റെ കൂടെ പോകുന്ന ഇതിനെ കുറിച്ചുള്ളതാണ്. Areas of oval should be designated and marked out for warm-up, fielding drills and the final game and the warm-down. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതില് ഈ ഒരു ലൈനിന്റെ അകത്ത് അണ്ടർസ്റ്റുഡ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോർട്ട് സ്റ്റാഫ് വിൽ ഗോ ഹെഡ് ഓഫ് ദ ടീം എന്നാണ്. നമ്മൾ നേരത്തെ പോകുന്നു, നമ്മൾ എവിടെയാണ് വാം അപ്പ് ചെയ്യുന്നത്, നിങ്ങൾ വാം അപ്പ് ഗെയിം എന്ത് കളിക്കുന്നു, നിങ്ങളുടെ വാം ഡൗൺ എവിടെ ചെയ്യുന്നു, ഈ ഏരിയാസ് ട്രെയിനർ മാർക്ക് ചെയ്തിടും, അല്ലെ കോച്ച് മാർക്ക് ചെയ്തിടും. ഫീൽഡിംഗ് ഡ്രിൽസ് എവിടെയാണ് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്യുന്നു. ഫീൽഡിംഗ് ഡ്രിൽസിന്റെ ഏരിയ ഷുവറായിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. കുഴിയുണ്ടോ, കല്ലുണ്ടോ. ഒരു ഫീൽഡിംഗ് ഡ്രിൽസും ചെയ്യണത് ബൗണ്ടറി ലൈനിനോടോ അല്ല ഒരു വാളിനോടോ ചേർത്തല്ല. എന്നിട്ട് കഴിവതും കോച്ച് ഷുഡ് നോട്ട് വേ ദ ഗ്രൗണ്ട്സ്മാൻ ഓഫ് ഹിസ് റിക്വയർമെന്റ് ഫോർ ദ പ്രാക്ടീസ് സെഷൻ. ഈ പ്രാക്ടീസ് സെഷൻ എനിക്കിങ്ങനെ 3 വിക്കറ്റ് വേണം, ഉക്കെങ്കിൽ സെന്റർ വിക്കറ്റിന്റെ സൈഡിൽ എനിക്കൊരു ഏരിയ കിട്ടുമോ, എനിക്കൊരു പാച്ച് ഒന്ന് എനിക്ക് റോൾ ചെയ്യാൻ പറ്റും, എന്റെ ബൗളേഴ്സിനൊന്ന് ബൗൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊക്കെ കോച്ചിന്റെ ഡ്യൂട്ടിയാണ്. തലേന്ന് തന്നെ ഗ്രൗണ്ട്സ്മാനോട് സംസാരിക്കുന്നത്. പിന്നെ ഫ്രം പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് കോച്ച് വിളിക്കുന്ന സമയത്ത്, അല്ലെ കോച്ച് നമ്മൾ വെളിയിൽ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് അനുസരിച്ച് ആ സമയത്ത് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും പോകണം. ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഇല്ലാത്തവർ ആ സമയത്ത് ഒന്നെങ്കിൽ ഫീൽഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രെയിനർ ട്രെയിൻ ചെയ്യായിരിക്കും. ഇത് ഒരു ടീമിന്റെ കൂടെ സെറ്റപ്പ് ഇല്ല. നിങ്ങളിപ്പോ നെറ്റ്സ് നടത്തുന്നു, നിങ്ങളൊരു ഡിസ്ട്രിക്റ്റിന്റെ ഒരു നെറ്റ്സ് ആണ്, 1 വിക്കറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ സീനിയേഴ്സിനെ അല്ല അസിസ്റ്റന്റ്സിനെ ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഹാവ് 3 or 4 ട്രെയിനിങ് പോയിന്റ്സ് ഗോയിങ് ഓൺ അറ്റ് ദ സെയിം ടൈം. ഒരിടത്ത് ഫീൽഡിംഗ് പ്രാക്ടീസ് നടക്കും, ഒരാളുടെ ട്രെയിനിങ് നടത്തുന്നു, ഒരിടത്ത് വേണമെങ്കിൽ റണ്ണിംഗ് ബിറ്റ്വീൻ വിക്കറ്റ്സ് നടത്താൻ പറ്റും. അതേസമയത്ത് ഇവിടെ ബാറ്റിങ്ങും ബൗളിങ്ങും നടക്കുന്നു. മേക്ക് ഷുവർ. മോർ റെക്കമെൻഡേഷൻ, ഇതിൽ ഒരു കറക്ഷൻ ഡ്രിൽസിനും ത്രോ ഡൗൺസിനും വേണ്ടി ഡെഫിനറ്റ്ലി ഒരു നെറ്റ്സ് അല്ലെങ്കിൽ ഒരു സ്പേസ്. നെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതൊരു പക്ക സെറ്റപ്പിൽ ഒരു 3-4 വിക്കറ്റ് ഉള്ളപ്പോഴാണെങ്കിൽ നമുക്കൊരു നെറ്റ്സ് തന്നെ ആയിരിക്കും. ഇല്ലാതുള്ള സമയത്ത് ഒരു ഏരിയ സെപ്പറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കൊണ്ട് ഇതിന്റെ ഷോൾഡർ അല്ലെങ്കിൽ വരുന്നില്ല, കാല് വരുന്നില്ല,
അല്ലെങ്കിൽ നീ ബോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ലോഡിങ് തെറ്റാണ്. ഇത് എവിടെ കറക്റ്റ് ചെയ്യണോ ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ് അവേ ഫ്രം ദ നെറ്റ്സ്. വീഡിയോ അനാലിസിസ് വെൻ പോസിബിൾ. എഗെയിൻ വീഡിയോ അനാലിസിസ് ഉദ്ദേശിക്കുന്ന ഒരു പക്ക വീഡിയോ അനലിസ്റ്റും ക്യാമറയും ഒന്നും ആയിരിക്കില്ല. അതൊരു ടീമിന്റെ സെറ്റപ്പ് ഇല്ല, നിങ്ങളുടെ മൊബൈൽ വെച്ചാണെങ്കിൽ. ദിസ് സോർട്ട് ഓഫ് തിങ്സ് വിൽ ഗീവ് യു ഇനഫ് ഫ്ലെക്സിബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു 3-4 പേര് നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് സൂപ്പർവൈസ് ചെയ്യാനും പറ്റും. End of the day, sit down with people who are assisting you, talk to them, find out how things were going. And every day, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോച്ചസിന്റെ കൂടെ ഉള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഒരു പക്ഷേ രമേശ് പവാറിന്റെ കയ്യിൽ നിന്നായിരിക്കും. ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാർഷായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സംസാരിക്കുന്നത്. ഒരു മാച്ചിൽ ടീം, എനിക്കിപ്പോൾ ഒരു മാച്ചിൽ ടീം 2-3 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു. സ്ട്രേറ്റ് അവേ എല്ലാ പ്ലേയേഴ്സും ഇരിക്കുകയാണ്. മാച്ച് കഴിഞ്ഞുടൻ പ്രീ മാച്ച് അനാലിസിസ് മീറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് മാച്ച് മീറ്റിംഗ് ഉണ്ട്. പോസ്റ്റ് മാച്ച് മീറ്റിംഗ് ഇരുന്നപ്പോഴത്തേക്ക് പ്ലേയേഴ്സിനെക്കൊണ്ട് കൂടുതൽ എന്നെയാണ് കുറ്റപ്പെടുത്തി. എൻ്റെ നിന്റെ ഫീൽഡിംഗ് റൂട്ടീൻ തെറ്റായതുകൊണ്ടാണ് ഇവരെല്ലാം ക്യാച്ച് വിട്ടത്. ഒന്നും പറയാൻ പറ്റില്ല, സീനിയർ കോച്ചാണ്, ഞാൻ ഫീൽഡിങ് ചെയ്യിക്കാം, അദ്ദേഹം ചെയ്യിച്ചു. അന്നും പോയി. അതിട്ട് വേണ്ട, നിന്റെ റൂട്ടീനാണെന്ന് തോന്നുന്നു നല്ലത്. പക്ഷേ യു വാസ് ഓൾവേസ് ട്രൈങ് ടു ഹെൽപ്പ് മീ. എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ചെയ്തു നോക്കിയിടെ, ഇങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ. ഇദ്ദേഹത്തിന് ഒരുപാട് നമുക്ക് പ്രൊഫഷണലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഡെലിഗേഷൻ ഓഫ് ഇത് വർക്ക്, പലർക്ക് ഒന്ന് ട്രെയിനറെ ഏൽപ്പിക്കുക, ത്രോഡൗൺസിൻ്റെത്, ഫീൽഡിങ്ങിന് തന്നെ, ഇതൊക്കെ ഐ ലേൺ എ ലോട്ട് ഫ്രം ഹിം. ഈ ഫീഡ്ബാക്കിൻ്റെ ഒരു എൻ്റെ കയ്യിൽ 200 പേജിന്റെ നോട്ട്ബുക്ക് മൊത്തം ഞാൻ എഴുതിയ നോട്ടുണ്ട് രമേശ് പവാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ. ഒരു ജയിച്ചതിന് ശേഷമുള്ള മാച്ചിന്റെ അനാലിസിസ് എങ്ങനെ, തോറ്റതിന് ചെയ്യുന്ന ഒരു അനാലിസിസ് എങ്ങനെയായിരുന്നു, ഓരോ പ്ലെയറിന്റെ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്തത്, ഓരോ പ്ലെയറിന് പ്ലാൻ ചെയ്തത് എങ്ങനെ, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലെയറിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. ഇനി യു ക്യാൻ ലിസൺ ടു സച്ചിൻ ബേബി. സച്ചിൻ ബേബി കേരള ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു നെക്സ്റ്റ് സെഷൻ എങ്ങനെ നടത്തണമെന്നുള്ള സച്ചിൻ ബേബിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു നെക്സ്റ്റ് സെഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 3 to 3.5 hour സെഷനാണ്. അപ്പൊ അത്രയും ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാം കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ബാറ്റ്സ്മാന് ഒരു 30 minutes ഓഫ് ബാറ്റിംഗ് അത് മസ്റ്റാണ്. കാരണം അത്രയും എമൗണ്ട് ഓഫ് ബാറ്റിംഗ് നമ്മൾ എക്സൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാച്ചിലും കുറേ ടൈം നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു 3 നെറ്റ്സ് ആണ്. അപ്പം ഒരു നെറ്റ്സിൽ ത്രോ ഡൗൺ, ഒരു നെറ്റ്സിൽ ഫാസ്റ്റ് ബോളേഴ്സ്, ഒരു നെറ്റ്സിൽ സ്പിന്നേഴ്സ്. അപ്പം അത് പെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ബാറ്റിംഗ് ആ ഒരു 3.5 hour സെഷനിൽ കിട്ടും. അതുപോലെ തന്നെയാണ് ബോളേഴ്സും അത്രയും എമൗണ്ട് ഓഫ് ഡെലിവറീസ് നമ്മൾ നെറ്റ്സിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക് എറിയാൻ മാത്രമാണ് അവർക്ക് മാച്ചിലും നല്ല രീതിയിൽ എറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഞാനൊരു കോച്ചിൽ നിന്നും ഒരു നെക്സ്റ്റ് സെഷൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. സച്ചിൻ ബേബി, നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് സച്ചിൻ ബേബിയും പറഞ്ഞു പോയതല്ലേ. നെക്സ്റ്റ് സെഷനെ സംബന്ധിച്ചോളം വി ഷുഡ് ഓൾവേസ് ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവിറോൺമെന്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൾ പ്ലേയേഴ്സ് ബൈ നെയിം. അല്ലെ ഡാ ആ നിൽക്കുന്ന പ്ലെയർ, അതല്ല, അത് ആകണം എന്നുള്ള പ്ലെയറിന്റെ പേര് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് പ്ലെയർ ഗെറ്റ്സ് എ ഫീലിംഗ് ദാറ്റ് യെസ് ഐ ആം ജെന്യുവിൻലി കെയർഡ് ഫോർ. ദാറ്റ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ്. ഓൾവേസ് ബി സ്മൈലിംഗ്, be full of praise and encourage, be patient and supportive. ഒരു ദിവസം കൊണ്ട് ഫലം കഴിക്കുന്ന എന്താ പറയുക മണി ചെയിൻ ആക്ടിവിറ്റി ഒന്നുമല്ല കോച്ചിങ് എന്ന് സംബന്ധിച്ചുള്ള. അല്ല ഒരു നെറ്റിന്റെ അല്ലെങ്കിൽ നമ്മളൊരു കോച്ചിങ് സെഷന്റെ ഉദ്ദേശം ഒന്നും നമ്മളിങ്ങനെ ഒരു മാജിക് ഫോർമുല ഒന്നുമില്ല, ഇങ്ങനെ വെള്ളം ഞൊടിച്ചു പ്ലെയറിന്റെ കളി മാറി അല്ല. അപ്പൊ വി ഹാവ് ടു ബി വെരി പേഷ്യന്റ് ആൻഡ് വി ഹാവ് ടു ബി സപ്പോർട്ടീവ്. ഫോക്കസ് ഓൺ ദ പ്രോസസ്. നമ്മൾ പ്ലാൻ ചെയ്തു, പ്രോസസ്, റിസൾട്ട് നമുക്ക് വേണം. But the process is where everything matters. Be at the ground at least half an hour before the session. നമ്മുടെ ട്രെയിനിങ് സെഷന്റെ 1/2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് സെഷൻ എത്തണം. ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി, നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക. നമുക്കായിരിക്കും മറ്റേ ഇത് ഇപ്പൊ രവിശാസ്ത്രി ഉപയോഗിക്കുന്ന ക്വാളിറ്റിയുള്ള ഡ്രസ്സസ് പറ്റില്ലായിരിക്കും. ബട്ട് യു ഹാവ് ടു ലുക്ക് ദ പാർട്ട് ഓഫ് എ കോച്ച്. യു ഹാവ് ടു ബി ഓർഗനൈസ്ഡ്. Have all your training aids ready. ഫീൽഡിംഗ് സെഷനായി സമയം എടാ എന്റെ ക്യാഷ് ബാറ്റ് എവിടെ, കോൺ എവിടെ, ഇതല്ല എന്റെ ത്രോഡൗൺസ് ആണ്, എന്റെ റോബോം എവിടെ, എറിയാനുള്ള ബോൾ എവിടെ, ഹെവി ബോൾ എവിടെ, ഇതല്ല. ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് റെഡി ആയിരിക്കണം.
ഇതിൽ ഞാൻ എഴുതാത്തൊരു ലൈനുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ആസ് എ കോച്ച് യു ഹാവ് ടു ബി ഫിറ്റ്. നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഒരു 4 മണിക്കൂർ യൂസ് ഇറ്റ് ഫോർ യുവർ സെൽഫ്, ഇംപ്രൂവിങ് യുവർ ഫിസിക്. 100% ഞാൻ തീർച്ചയായിട്ടും പറയാം, ഹൗ യു ലുക്ക് മാറ്റേഴ്സ്. നിങ്ങൾ കോച്ച് ചെയ്യാൻ പോകുന്നു, ഒരു 42 ഇഞ്ച് വേസ്റ്റും അല്ല, പറ്റില്ല. യു ഹാവ് ടു ബി ആൻ അത്ലറ്റ് ഫസ്റ്റ്. എ കോച്ച് ഇസ് എ സുപ്രീം അത്ലറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, യു ഹാവ് ടു വാക്ക് ദ ടോക്ക്. യു ഹാവ് ടു ബി ഫിറ്റ് 100%. യു ഹാവ് ടു ബി ഇന്റലക്ച്വലി ഫിറ്റ്. യു ഹാവ് ടു ബി സ്മാർട്ട്. സ്പെൻഡ് ടൈം. വായിക്കണം. കോച്ചിങ്ങിന്റെ ഒരു 1000 ബുക്കുകളുണ്ട്. ക്രിക്കറ്റ് അല്ല, അലക്സ് ഫെർഗ്യൂസൺ, ഒരുപാട്, വിൻസ് ലോമർഡ്, ഒരുപാട് പേരുടെ ബുക്കുകളുണ്ട്. ക്രിക്കറ്റിന് അല്ലാതുള്ള കോച്ചിങ്ങിന്റെ ബുക്കുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബുക്കുകൾ വായിക്കുക. ഹാഫ് ആൻ അവർ അല്ലെ 1 മണിക്കൂർ നെറ്റിൽ സമയം മെനക്കെടുക. നിങ്ങൾക്ക് എങ്ങനെ ഹൗ ക്യാൻ യു ബെറ്റർ യൂസ് ആസ് എ കോച്ച്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ ഭാഗത്തുള്ളതാണ്. ഒരു ദിവസം 4 മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രാവിലെ 1 മണിക്കൂർ 2 മണിക്കൂർ ഫിറ്റ്നസും, ഉച്ചയ്ക്ക് 1 മണിക്കൂർ റീഡിങ്ങും, വൈകിട്ട് 1 മണിക്കൂർ റിസർച്ച് നടത്താൻ പറ്റുമെങ്കിൽ യു വിൽ ബി എ ബെറ്റർ കോച്ച്. ഒരു മാസം കൊണ്ട് യു വിൽ ബി എ ഡ്രാമാറ്റിക് ചേഞ്ച് ഇൻ യുവർ കോച്ചിങ് ആൻഡ് യുവർ പേഴ്സണൽ പ്രൊഫൈൽ. സെറ്റ് അച്ചീവബിൾ ഗോൾസ്. പ്ലെയറിനെ സംബന്ധിച്ചോളം നമുക്ക് പ്ലെയറിന് കൊടുക്കുന്ന ഗോൾ സെറ്റിംഗ് വളരെ അച്ചീവബിൾ ആയിരിക്കണം. അവന്റെ സ്കില്ല്, ഇന്നത്തെ സ്കിൽ ലെവൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ടെസ്റ്റിംഗ് ഉണ്ടാവും. ഇന്നത്തെ അവന്റെ ഒരു പ്ലെയറിന്റെ സ്കിൽ ലെവൽ എത്രയാണ്, നമ്മൾ എവിടെയാണ് അവനെ കൊണ്ട് എത്തിക്കാൻ നോക്കുന്നത്, നമ്മുടെ ടൈം ഫ്രെയിം എന്താണ്. ഈ ടൈം ഫ്രെയിമിന്റെ ഇടയിൽ വി ബ്രേക്ക് ഇറ്റ് ഡൗൺ ടു സ്മോളർ ഗോൾസ്. റൈറ്റ്, ഓക്കെ, അവന്റെ ബാക്ക് ഫുട്ട് ഗെയിം ശരിയാണ്. ലെറ്റ് മീ വർക്ക് ഓൺ ഹിസ് ബാക്ക് ഫുട്ട് ഡിഫൻസ് ഫസ്റ്റ്. ശരി, ലെറ്റ് മീ വർക്ക് ഓൺ ഹിസ് വെർട്ടിക്കൽ ഷോട്ട്സ് ബാക്ക് ഫുട്ട്. ലെറ്റ് മീ വർക്ക് ഓൺ ഹിസ് ഹൊറിസോണ്ടൽ ഷോട്ട്സ്. ലെറ്റ് മീ പുട്ട് ദാറ്റ് ഇൻ എ മാച്ച് സിറ്റുവേഷൻ. ഇങ്ങനെ ഈ ഓരോ പ്ലെയറിന്റെ സ്കില്ലും അവന്റെ ഏജ് ലെവലും. അണ്ടർ 14 പ്ലെയേഴ്സിനെ എന്റെ ഓർമ്മയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അണ്ടർ 14 പ്ലെയറെ, 2 പ്ലെയേഴ്സിനെ മാത്രമാണ് എനിക്ക് ഒരു അവരെക്കാട്ടിലും വളരെ ഉയർന്ന ലെവലിലുള്ള പ്ലെയേഴ്സുമായിട്ട് ചലഞ്ച് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഒന്ന് സഞ്ജു സാംസൺ ആയിരുന്നു, 2 ഇപ്പൊ അഭിഷേക് നായർന്ന് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. ഈ 2 പ്ലെയേഴ്സിനെയും രഞ്ജി ട്രോഫി കളിക്കുന്ന ആസ് ഉൾപ്പെടെ ബോളേഴ്സിനെ ബാറ്റ് ചെയ്യാൻ അന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇല്ല, നമുക്ക് അവരെ റൈറ്റ് with extraordinary talent, you find somebody who is very good, make sure they are challenged. And session challenging അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ അന്ന് പൊട്ടത്തരത്തിന് ചെയ്തതാണെങ്കിലും അന്ന് ഞാൻ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ വെറും അണ്ടർ 14 പ്ലെയേഴ്സിനെ കൊണ്ട് എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവന്റെ ഗ്രോത്ത് സ്ലോ ആയേനെ. അവൻ ചലഞ്ച് ആയപ്പോൾ അവൻ ഡെവലപ്പ് ചെയ്തു. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രസീവ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ഇതിന്ന് എയും തുടങ്ങി ഇസഡിലല്ല. ഇറ്റ് ഷുഡ് ബി ബി സി ഡി. ഇറ്റ് ഷുഡ് ബി എ പ്രോസസ് ആൻഡ് വി ഷുഡ് ബി പ്രോഗ്രസീവ്. വേരിയസ് സെഷൻ നിങ്ങൾക്ക് ഫോർമാറ്റും ആക്ടിവിറ്റീസും റെഗുലർലി മാറ്റാം. നിങ്ങൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ പ്ലേയേഴ്സ് മസ്റ്റ്. പ്രത്യേകിച്ച് ടീമിൻ്റെ കൂടെ പോകുമ്പോൾ പല മാച്ചസും നമ്മൾ കണ്ടുകൊണ്ട് ബൗളേഴ്സ് അല്ലെ ടൈലൻഡേഴ്സ് ആയിരിക്കും നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കുന്നത്. അല്ലെ ടോപ്പർ ഒരുത്തം ബാറ്റ് ചെയ്യുന്നു, കൂടെ ഇങ്ങനെ ബൗളറിന് അവന് ബാറ്റിംഗ് നമ്മൾ കിട്ടിയിട്ടില്ല. നിങ്ങൾ ബൗളേഴ്സിനോ ടൈലൻഡേഴ്സിനോ നിങ്ങൾ പ്രാക്ടീസ് സമയത്ത് ബാറ്റിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എങ്ങനെ നിങ്ങൾ മാച്ചിൽ ബാറ്റ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കും? ഇൻവോൾവ് യൂസ് ഓഫ് കൺസ്ട്രെയിൻസ് ടു മേക്ക് ദ ടാസ്ക് ചലഞ്ചിങ്. കൺസ്ട്രെയിൻസ് എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതാണ്. കൺസ്ട്രെയിൻസ് എന്താകാം? ഒരു ഹെവി ബോൾ ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. അല്ലെങ്കിൽ ബാറ്റ്സ്മാനെ ഫേസ് ചെയ്യുക. ഇപ്പൊ ഫാസ്റ്റ് ബോളേഴ്സിനെ കളിക്കാൻ പോകുന്നു, ടെന്നീസ് ബോൾ വെച്ച് റാക്കറ്റ് വെച്ച് നമ്മൾ അവന് ഫീഡ് ചെയ്യുന്നു, അല്ലെ പ്ലാസ്റ്റിക് ബോൾ വെച്ച് ഫീഡ് ചെയ്യുന്നു. വിക്കറ്റിന്റെ മേളില് എഗെയിൻ ഞാൻ സഞ്ജു സാംസന്റെ ഒരു എക്സാമ്പിൾ പറയാം. സഞ്ജു ഫസ്റ്റ് IPL സീസൺ ബ്രേക്ക് ചെയ്ത് പെർഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മുംബൈ ഇന്ത്യൻസുമായിട്ട് മാച്ച് വരികയാണ്. അതിന് മിച്ചൽ ജോൺസനെ കളിക്കണം. ആ സ്പീഡുള്ള ബൗളേഴ്സ് ഇല്ല നമ്മുടെ ഇവിടെ. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഒന്ന് ആലോചിച്ചിട്ട് അവനുമായിട്ട് ആലോചിച്ച് തീർത്തിട്ട് എന്ത് ചെയ്യും? മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് ഒരു കോൺട്രി വിക്കറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ മേളിലൊരു മാറ്റ് വലിച്ച് അടിച്ച്, വെളിയിൽ ആണി അടിച്ച്, അതിന്റെ മേലിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ട് 16 യാർഡിൽ നിന്ന് പ്ലാസ്റ്റിക്കും സിന്തറ്റിക് ബോളും വെച്ചിട്ട് നല്ല ക്വിക്ക് ആയിട്ടുള്ള ബോളേഴ്സ് 16-18 യാർഡിൽ എറിഞ്ഞുകൊണ്ട് ആദ്യം സ്ട്രഗിൾ ചെയ്ത് എറിയൊക്കെ ദേഹത്തുണ്ട്. പക്ഷെ അതിനുശേഷം IPL കഴിഞ്ഞ് വന്നിട്ട് പറയാൻ മിച്ചൽ ജോൺസന്റെ ബോൾ എത്തുന്നില്ലായിരുന്നു. അതൊരു കൺസ്ട്രെയിന്റ് ആയിരുന്നു. അപ്പൊ അവന്റെ കൺസ്ട്രെയിന്റ് എന്താണ്? കൺസ്ട്രെയിന്റ് ഫോർ ടൈമിനെ അവന് കൺസ്ട്രെയിന്റ് ആക്കി. ഹെവി ബോൾ ഉപയോഗിക്കുമ്പോൾ എന്തായി? ബോളിന്റെ വെയിറ്റ് കൺസ്ട്രെയിന്റ് ആക്കി.
ഫാറ്റിക് ട്രെയിനിങ് നമുക്ക് ഉപയോഗിക്കാം. ഫാറ്റിക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 റൺ ഓടണം, അല്ലെ 3 റൺ ഓടണം, തിരിച്ചു വന്ന് ഷോട്ട് കളിച്ചുകൊണ്ടിരിക്കണം, അല്ല റാപ്പിഡ് റെപ്പിറ്റേഷൻസ് ഉപയോഗിക്കാം കൺസ്ട്രെയിൻസിന്. കൺസ്ട്രെയിൻ ബൗളറിനെ എങ്ങനെ കൺസ്ട്രെയിൻ ഉപയോഗിക്കാം? ഓരോ ബോളും ബോൾ ചെയ്യുന്ന ശേഷം വെളിയിൽ വരിക, 3 ക്യാച്ച് എടുക്കുക, അല്ലെ 2 ഡയറക്റ്റ് ഇട്ട് ഫീൽഡ് ചെയ്യിപ്പിക്കുക, തിരിച്ചു വന്ന് ബോൾ ചെയ്യുക. ഫീൽഡറിനെ എങ്ങനെ കൺസ്ട്രെയിൻ ട്രെയിനിങ് ഉപയോഗിക്കാൻ പറ്റും? ക്യാച്ചും ഫീൽഡിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഇന്ന ടൈമിന്റെ അകത്ത് ഇത്രയും ചലഞ്ചസ് കൊടുക്കുക. കൺസ്ട്രെയിൻസ് മസ്റ്റ് ആണ്. വിക്കറ്റ് കീപ്പറിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? കൺസ്ട്രെയിൻസ് നമ്മൾ മസർ അന്നത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അവന്റെ മസറിന്റെ സെഷൻ വളരെ നല്ല സെഷൻ ആയിരുന്നു, അതിൽ പറഞ്ഞ പോലെ ടവൽ ഉപയോഗിക്കുക, കൺസ്ട്രെയിന്റ് ആണ്, ഈസ് ലൂസിങ് സൈറ്റ്, അല്ലെ അടുത്തൊന്ന് ഫീഡ് ചെയ്യുക, സ്പിഞ്ച് ബോൾ ഉപയോഗിക്കുക, എഡ്ജ് ചെയ്യാനായിട്ടുള്ള ഇംപ്ലിമെന്റ്സ് ഉപയോഗിക്കുക, കോൺ വെച്ച് എഡ്ജ് ചെയ്യുന്നു, ബാറ്റ്സ്മാൻ ഉപയോഗിച്ച് അൺസൈറ്റഡ്. ദീസ് ആർ ഓൾ കൺസ്ട്രെയിൻസ്. സൂപ്പർവൈസ്ഡ് ആക്ടിവിറ്റീസ്, മിനിമൽ ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ. മിനിമൽ ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ബാറ്റ്സ്മാൻ ഇസ് ചലഞ്ച്, അല്ലെ ബൗളർ ഇസ് ചലഞ്ച്, ഫീൽഡർ ഇസ് ചലഞ്ച്. നമ്മൾ ഈ കൺസ്ട്രെയിൻസ് വെച്ച് വി ഗിവ് എൻ ഗോൾ. ഗോളിലേക്ക് എത്താനുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കണില്ല, മിനിമം ഇൻസ്ട്രക്ഷനേ ഉള്ളൂ. അവൻ അവിടെ എത്തുക എന്ന് പറയുമ്പോൾ ഈ ഇന്റലക്ച്വൽ ചലഞ്ച് ആൻഡ് വിൽ മേക്ക് ഷുവർ ഹി ഫൈൻഡ്സ് എ വേ. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു മേക്ക് യുവർ അത്ലറ്റ് ഡെവലപ്പ്. ബിഗിനേഴ്സിന്റെ നെറ്റ്സ് ആണെങ്കിലോ, നമ്മൾ ഇത് ബിഗിനേഴ്സ് നെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ടീച്ചിങ് നെറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻസ് ഒരു സ്കില്ല് ഇന്ന് വരുമ്പോഴത്തേക്ക് ഈ സ്കില്ലാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അത് ഈസിയസ്റ്റ് വൺ ആദ്യം പഠിപ്പിക്കും. സ്കില്ല് മൊത്തമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, പിന്നെ പാർട്ടായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, പിന്നെ ഹോളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഒരു സ്കില്ല് അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് ഒരു സമയത്ത് പഠിപ്പിക്കത്തേ ഉള്ളൂ. റിവേഴ്സ് ചെയിനിങ്, അതായത് എൻഡിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഇന്ന് ഈ വീക്കിൽ പഠിച്ച സ്കില്ല് ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, അപ്പൊ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച വരെ നമ്മൾ പഠിച്ച സ്കില്ല് നമ്മൾ റിവൈസ് ചെയ്യും. അപ്പൊ ഇറ്റ് വിൽ ബി ഇംപ്രിന്റഡ് ഇൻ ഹിസ് ബ്രെയിൻ. Demonstrate. You should make sure that you demonstrate. Remember, a picture paints 1,000 words. ഒന്ന് നമ്മൾ പല ഇതിലിടയ്ക്ക് ബിജുമോൻ ടച്ച് ചെയ്ത ഒരു ഇതാണ്, നമ്മൾ പ്ലേയേഴ്സിനോട് സംസാരിക്കുമ്പം നമ്മൾ യു ഷുഡ് ലിസൺ ടു ഹോം. ചിലരോട് നമ്മുടെ പറയണത്, സാർ ബോൾ അടിച്ച് ഞാൻ എന്ത് ഷേപ്പ് ആയിരുന്നു. ഈസ് മോർ വിഷ്വലി ഓറിയന്റഡ്. ആ പ്ലെയർ റിലേ മോർ ഓൺ ഡെമോൺസ്ട്രേഷൻ. നമുക്ക് കണ്ടേ ആവും മനസ്സിലാക്കും. ചിലർ പറയണത് എന്താണ്, ആ കളിച്ചപ്പോഴത്തെ ഫീൽ ഡിഫറെന്റ് ആയിരുന്നു. അവന് ഫീൽ ഓറിയന്റഡ് ഉള്ള പ്ലെയർ ആണ്. ചിലർ അടിച്ചപ്പോൾ ബാറ്റ് ചെയ്യുന്നുള്ള സൗണ്ട് എന്താണ്. സോ ഈ ലിസൺ മോർ. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പ്ലെയറിന് ചിലപ്പോൾ ഡെമോൺസ്ട്രേഷനെക്കാട്ടിലും അവൻ എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലായിരിക്കും, ചിലത് കളിച്ചേ മനസ്സിലാവുള്ളൂ. ദീസ് ആർ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലെയേഴ്സ്. ഡെമോൺസ്ട്രേഷൻ കൊണ്ട് മാത്രം മനസ്സിലാവുന്ന ഒരു പ്ലെയറിന് നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഒരാളെ അവിടെ ഞാൻ യൂസ് ചെയ്യണം. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല, എന്ത് ചെയ്യണമെന്നുള്ള പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും കോച്ചിങ്ങിൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതാണ്, ഇടാ അങ്ങനെ ചെയ്യരുതെന്നുള്ള. അതല്ല, എന്ത് ചെയ്യണമെന്നുള്ള പറഞ്ഞു കൊടുക്കുക. പറയുമ്പോഴും കാണിക്കുമ്പോഴും വ്യക്തമായിട്ട് എന്താണ് ചെയ്യണമെന്നുള്ളത് പറയുക, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചല്ല. ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാ പ്ലേയേഴ്സും കാണണം. അതിന് ഫോർമേഷൻ ഇതൊരു പെഡഗോഗിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. നമ്മൾ നെറ്റിൽ പെഡഗോഗി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പെഡഗോഗി ഇസ് ദ സയൻസ് ഓഫ് ടീച്ചിങ്. അതിലൊന്നെങ്കിൽ പ്ലേയേഴ്സ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എ 11 ഫോർമേഷൻ 2 സൈഡിൽ, ഇല്ലെങ്കിൽ L ഫോർമേഷൻ ആയിരിക്കും. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആംഗിളും പ്ലെയറിന്, ഇപ്പൊ ഫ്രണ്ടിലാണ് നിൽക്കണമെങ്കിൽ പ്ലെയർ എന്റെ ഫ്രണ്ടിലാണ് നിൽക്കണമെങ്കിൽ ഞാൻ ഐ ഷോ ഹിം എ ഫ്രണ്ട് വ്യൂ, ഐ ഷോ ഹിം എ സൈഡ് വ്യൂ ആൻഡ് ഐ ഷോ ഹിം എ റിയർ വ്യൂ. സോ യു ക്യാൻ നോ എക്സാക്ട്ലി സ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഫ്രം 3 ഡയറക്ഷൻ. അത് 100% ആയിരിക്കണം. പ്ലേയേഴ്സിനെ നിർത്തുമ്പോൾ പ്ലേയേഴ്സിന്റെ കണ്ണിൽ വെയിലടിച്ചായിരിക്കില്ല നിർത്തേണ്ടത്. നിങ്ങൾ രാവിലെ വൈകിട്ട് സെഷൻസ് നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ടീച്ചിങ് ആയിട്ടുള്ള സെഷൻസിൽ നിങ്ങൾ നിർത്തുമ്പോൾ ഇഫ് ദ കോച്ചിന്റെ മുഖത്തായിരിക്കും വെട്ടം വീഴുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇറ്റ് മേക്സ് എ വെരി ബിഗ് ഡിഫറൻസ്. ഇൻവോൾവ് ഓൾ പ്ലേയേഴ്സ്, എല്ലാ പ്ലേയേഴ്സിനെയും ഇൻവോൾവ് ചെയ്യണം. ആംപിൾ എക്യുപ്മെന്റ്, നമ്മുടെ എക്യുപ്മെന്റ് കൂടുതലാണ്. ബോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷേ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ഇന്ന് 20 പേരെ കോച്ച് ചെയ്യുന്നതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ സമയം ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യാം. 5ന്റെ 4 ഗ്രൂപ്പ് ആക്കുക. Involves make smaller groups rather than one large group. Use your voice positively, praise and encourage. നമ്മൾ പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ യുവർ പ്ലെയർ. ഈ പ്രസന്റേഷൻ ഒരു 10 എനിക്കൊന്നൊരു 5-6 പ്രാവശ്യങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന ഒരേ 2 വാക്കുകൾ, പ്രൈസ് ആൻഡ് എൻകറേജ്, പ്രൈസ് ആൻഡ് എൻകറേജ്. ദ ടോൺ,
the volume and your modulation of your voice is very important. നമ്മൾ പറയുന്ന വാക്ക്, പറയുന്ന രീതി, നമ്മുടെ സ്വരത്തിന്റെ എക്സ്പ്രഷൻസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഒരാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് യു ആർ ഡൂയിങ് ബാഡ്, യു ആർ ഡൂയിങ് ബാഡ്, ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, എൻ്റെ ടോൺ ഓഫ് വോയിസ്, എൻ്റെ മോഡുലേഷൻ ഓഫ് വോയിസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ബി സപ്പോർട്ടീവ് ആൻഡ് യൂസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. എപ്പോഴും പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക. ഇല്ല നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ പ്ലീസ് യൂസ് എ സാൻഡ്വിച്ച് മെത്തേഡ്. സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സാൻഡ്വിച്ച് എന്താണ്? ബ്രെഡ് ആണെങ്കിൽ 2 സ്ലൈസ് ബ്രെഡിന്റെ ഇടയിൽ ഒന്നെങ്കിൽ വെജിറ്റബിൾസ്, ബട്ടർ, എന്ത് വേണോ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഒരു നെഗറ്റീവ് ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ ഒന്ന് പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞ ശേഷം നെഗറ്റീവ് നിങ്ങൾക്ക് അവനെ കറക്റ്റ് ചെയ്യേണ്ടത് അത് അതിൽ പറയുക, അതിനുശേഷം ഫിനിഷ് ഓഫ് വിത്ത് എ പോസിറ്റീവ് വേർഡ്. സോ ഇറ്റ് ഈസ് ലൈക്ക് കവേർഡ്, ബട്ട് ഇറ്റ് വിൽ ഗിവ് യു ദ ഡിസൈഡ് എഫക്ട്. പ്രൈസ് ഇൻ പബ്ലിക് ആൻഡ് ഇഫ് യു ഹാവ് ടു ക്രിറ്റിസൈസ്, ടോക്ക് ടു അത്ലീറ്റ് അലോൺ. നിങ്ങൾക്ക് ഒരു പ്ലെയറിനെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് പറയുക, അവനെ പുകഴ്ത്തുക, അവൻ്റെ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുക. വെൻ യു ഹാവ് ടു ക്രിറ്റിസൈസ് ഹിം, ടോക്ക് ടു ഹിം അലോൺ. ഒറ്റയ്ക്ക് വിളിച്ചു മാറ്റി അവൻ്റെ അടുത്ത് സംസാരിക്കുക. എക്സ്പെക്ട് എ ബാഡ്, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്, ഹോപ്പ് ഫോർ ദ ഗുഡ്, പ്രാക്ടീസ് ഫോർ ദ ബെറ്റർ ആൻഡ് പെർഫോം യുവർ ബെസ്റ്റ്. ദ റിസൾട്ട്സ് വിൽ ബി ഗ്രേറ്റ്. നമ്മളെപ്പോഴും ഇന്നിപ്പോ ഞാൻ ഈ കോച്ച് ചെയ്യുന്ന ടീം വേൾഡ് കപ്പ് ജയിക്കുമെന്ന് വിചാരിക്കുന്ന കാര്യമില്ല. പക്ഷെ നമ്മൾ അത് കിട്ടുന്നൊരു ആശയമുണ്ട്. വി പ്രാക്ടീസ് ദ ബെസ്റ്റ് വി ക്യാൻ ആൻഡ് വി ഗീവ് അവർ ബെസ്റ്റ് ആൻഡ് ദ റിസൾട്ട്സ് വിൽ ബി ഗ്രേറ്റ് 100%. ആൻഡ് മേക്ക് ഷുവർ, എൻ്റെ പേഴ്സണൽ ഫിലോസഫിയാണ്, മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി സെഷൻ എൻഡ്സ് വിത്ത് സ്മൈൽസ് ആൻഡ് ലാഫ്റ്റർ. ഒരു സെഷൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ചിരിയും സന്തോഷത്തിലും പോവുക. In the end, all that matters is what people remember of you, how you made them feel. എല്ലാവരും എന്താണ് നമ്മൾ ഓർക്കുന്നത്? ഒരു വ്യക്തി നമ്മളെ how he made them feel. Was his presence reassuring? Was his presence, was the way he communicated with me encouraging? ഇത് മാത്രമേ ആൾക്കാർ ആലോചിക്കുകയുള്ളൂ. ഇത് never remember നീ ഏത് മല കയറി, എവറസ്റ്റ് കയറി, നീ എന്ത് നേടി, അതൊന്നുമില്ല. How you made them feel is very important. Thank you so much. All the best. Thank you, Biju. Thank you. Dear participants, we have our president, Sajan Koshi Varghese, who will be talking to you as we come close to the end of our 9-day program. On behalf of all of you, I invite our president to give the valediction. Mr. Sajan Varghese in the window, you became in the center. Sir, please come. Discuss here. Mr. Sajan Varghese, switch on the microphone. Sajan, microphone switch on ചെയ്തിട്ടില്ല. കേൾക്കാമോ? ഞാൻ പറഞ്ഞ കേൾക്കാമോ? You can start. Okay. You can start. Thank you. Good afternoon all. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാൻ സാധിച്ചാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തോട് നന്ദി പറയുന്നു. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ 9 ദിവസമായി നടക്കുന്ന ഈ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ ഇതിനു മുൻകൈ എടുത്ത കുറച്ച് വ്യക്തികളുണ്ട്. ഒന്ന് നമ്മളുടെ KCയുടെ ജോയിന്റ് സെക്രട്ടറി രജിത് രാജേന്ദ്രൻ, നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചേട്ടൻ, പിന്നെ നമ്മുടെ ഈ ക്ലാസ്സസ് ഹെഡ് ചെയ്ത ടിനു, അനന്തൻ, ബിജു ജോർജ്, ബിജുമോൻ, മസർ ആൻഡ് ടോമി, നമ്മുടെ ദിലീപ്, നമ്മുടെ KC സ്റ്റാഫ് ദിലീപ്, എല്ലാവരോടുള്ള നന്ദി ഞാൻ പറയുന്നു. നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ ഈ മോക്ക് നമ്മുടെ ഒരു ജനറൽ ബോഡി നമ്മൾ 2 ദിവസം കൂടിയപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുകയായിരുന്നു എല്ലാവരും, ഓൾ ദ മെമ്പേഴ്സ്. എനിക്കിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ബിജുവിൻ്റെ മാത്രം ഇത് ഒരു 10 മിനിറ്റ് കേൾക്കാൻ ഇടയായി. വളരെ വളരെ എഫക്റ്റീവായി ഞാൻ കേട്ടത്. ക്ലാസ്സസ് ഡെലിവറി ചെയ്തത് വളരെ എഫക്റ്റീവായിട്ട്. എന്നിട്ട് എനിക്ക് ഇമാജിൻ ചെയ്യാൻ നോക്കും എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു നമ്മളുടെ ക്ലാസ്സസ് എന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ നോക്കും. കോച്ചസിനോട് പറയാനുള്ള, നമ്മളെല്ലാവരും
ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരള ക്രിക്കറ്റിന്റെയും ചിലപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ ആദ്യമായി ഓൺലൈൻ ട്രെയിനിങ് നടത്തുന്ന ഒരു അസോസിയേഷൻ ആയിരിക്കും. എക്സാക്ട്ലി അറിയില്ല. നമുക്ക് രമേശ് ചേട്ടനുമായി സംസാരിച്ച നിമിഷം പറയുന്നത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് നിങ്ങളെ എല്ലാവരെയും മെയിലിൽ കൂടെയും അല്ലെ ഫോണിൽ കുറിച്ച് സംസാരിക്കുന്നതിനെക്കാളും ഒന്നിച്ച് നിങ്ങളെ ഒരു നമുക്ക് ഓൺലൈനിൽ കൊണ്ടുവരുമ്പോൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ വളരെ ഈസിയാണ്. മനസ്സിലായില്ലേ? എനിക്ക് കോച്ചസിനോട് പറയുന്നത് പരിശ്രമം നിരന്തരം പരിശ്രമിക്കുക, നിരന്തരമായി പരിശ്രമിക്കുക, അത് മികവോടെ നിലനിർത്തുക എന്നുള്ളതാണ് അടിസ്ഥാനം. അത് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ അറിവുകൾ വളരെ പോസിറ്റീവായിട്ട് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ കോച്ചസ്, നിങ്ങളുടെ ക്ലാസ് ഹെഡ് ചെയ്ത ഫാക്കൽറ്റീസ് എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പരിശ്രമം നിരന്തരം, അതായിരിക്കണം നമ്മുടെ ഒരു പഞ്ച് വേർഡ്. അന്നേരം അതിൽ നിന്ന് നിങ്ങൾ കുട്ടികൾക്ക് മോഡലാകണം, റോൾ മോഡലാകണം. നിങ്ങൾ നല്ലൊരു അധ്യാപകനാണ്. അവരെ കേൾക്കണം. അവരുടെ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ബയസ്ഡ് ആയിട്ടല്ലാതെ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ കുട്ടികൾക്ക് അവരെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന നിങ്ങളാണ്. നിങ്ങളിൽ കൂടാണ് അടുത്ത തലമുറ, ക്രിക്കറ്റിംഗ് തലമുറ ഉണ്ടാകുന്നത്. എന്നിട്ട് നിങ്ങളാണ് ബാക്ക് ബോൺ. അന്നേരം എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുന്നു, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ എല്ലാ അറിവുകളും നല്ല രീതിയിൽ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളെ എല്ലാവർക്കും ഒന്നുകൂടി എല്ലാ ഫാക്കൽറ്റീസ് ഇതിനു വേണ്ടി സഹകരിച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ വേണമെങ്കിൽ ആകാം. ഞാൻ രമേശേട്ടനൊക്കെ പറഞ്ഞു എന്തെങ്കിലും കേസുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അറിയാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് അറിയാം, ഇപ്പൊ തന്നെ ഇന്നോട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ. അന്നേരം ജൂൺ 1-ാം തീയതി നമ്മൾ ജനറൽ ബോഡി കൂടുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. രമേശ് ചേട്ടൻ, ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. താങ്ക്സ് പ്രസിഡന്റ് ഫോർ കമ്മിങ് ഇൻ ആൻഡ് ടോക്കിംഗ് ടു us. ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഇനി എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യണം. രമേശ് ചേട്ടൻ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ട് നമുക്ക് ഇത് ഇങ്ങനെ വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ. നമുക്ക് കുട്ടികളെ ഒന്നിച്ച് കോച്ചസിനെ ഒന്നിച്ച് കൊണ്ടുവരാനൊക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ പിന്നെ ഒരു ഓ ലെവലും ഓൺലൈൻ ഒരു ഓ ലെവലും നടത്തിയാൽ കൊള്ളാവുന്ന ഒരു സജഷൻ വന്നിട്ടുണ്ട്. ഓ ലെവൽ പ്രോഗ്രാം ഓൺലൈനിൽ ചെയ്താൽ ഓക്കെ, നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് രജിതന്റെ അടുക്ക 2-3 പ്രോഗ്രാംസ് പറഞ്ഞു. ഞാൻ എല്ലാം നമുക്കത് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിപ്പോ സ്കോറേഴ്സിന്റെ ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക്സ് പ്രസിഡന്റ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് കമ്മിങ് ഇൻ ആൻഡ് ടോക്കിംഗ് ടു us. I also take this opportunity to thank all the participants. നിങ്ങളുടെ കോപ്പറേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞ 9 ദിവസം വളരെ സ്മൂത്ത് ആയിട്ട് പോയി. അവർ സ്പെഷ്യൽ താങ്ക്സ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് യു, ദി ഫാക്കൽറ്റി, Biju George, Tinu,